കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ സ്തുതിക്കപ്പെടട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആയുസ്സിൽ കൃപയാൽ ഇവിടെ നിന്ന് വരാനും നിങ്ങളെയൊക്കെ കാണാൻ ശുശ്രൂഷിപ്പാൻ ദൈവം കനിഞ്ഞു നൽകിയ വിലപ്പെട്ട നല്ല വേളയ്ക്കായി സന്തോഷത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സഭയിലെ വാത്സല്യ സഹോദരി സഹോദരിമാരോട്, ദൈവദാസന്മാരോട്, നിങ്ങളോട് ഏവരോടും കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് സഭായോഗം കൂടാതെ 5 സെഷനാണുള്ളത്. ഈ 5 സെഷൻ കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകത, അതിനായുള്ള ആത്മീക വളർച്ച, അങ്ങനെ 2 വിഷയങ്ങൾ ഒന്ന് വിശദീകരിക്കാം, ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകല് കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പഴയ നിയമത്തിൽ നിന്നുള്ള ചിന്തകളാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ നോട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. മലയാളം അറിയാത്തവർക്ക് അത് ഗുണകരമായി മാറുമല്ലോ. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതാണ് നമ്മുടെ ശുഭകരമായ, ഭാഗ്യകരമായ ജീവനുള്ള പ്രത്യാശ, അല്ലേ? നമ്മുടെ കർത്താവ് മടങ്ങി വരും, അതാണ് നമ്മുടെ ഉറപ്പ്. എന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യാണ്? വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ബൈബിളിലെ പഴയ നിയമത്തെ നമ്മുടെ കർത്താവ് 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ മോശയുടെ ന്യായപ്രമാണം, സങ്കീർത്തനം, പ്രവാചക ഗ്രന്ഥങ്ങൾ, അല്ലേ? അപ്പം കർത്താവ് പഴയ നിയമത്തെ 3 ഡിവിഷനുകളായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ഈ 3 ഡിവിഷനുകളിലും നമ്മുടെ കർത്താവിൻ്റെ ഇനിയുള്ള മടങ്ങി വരവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1 പത്രോസ് 1:10-11 വാക്യത്തിൽ വായിക്കുന്നത്, അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടതകളെയും പിൻവരുന്ന മഹിമകളെയും കുറിച്ച് മുൻപ് കൂട്ടി സാക്ഷീകരിച്ചു, അല്ലേ? നമ്മുടെ കർത്താവ് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാരിലൂടെ അറിയിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഒരുപാട് ചിന്തകൾ, വേദവാക്യ തെളിവുകളുണ്ടെങ്കിലും ഓർത്തിരിപ്പാൻ സാധിക്കേണ്ടതിന് ഒരു 12 പ്രധാന തെളിവുകൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പ്രവചനം ഹാനോക്ക് നടത്തിയ പ്രവചനമാണ്. അത് നമ്മൾ വായിക്കുന്നത് യൂദായുടെ ലേഖനത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിയാട്ടെ. ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ലോകത്തെ നീതിയോട് വിധിപ്പാൻ വന്നിരിക്കുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് എന്ന് പറഞ്ഞാണ് നമ്മളത് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് ഹാനോക്ക് എന്ന ഭക്തൻ ആദാം മുതൽ 7-ാമനാണെന്നാണ്. വാസ്തവത്തിൽ 7-ാമൻ ഹാനോക്കല്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൽ തുടങ്ങുന്ന ഒരു വംശാവലിയാണ് നമ്മൾ കാണുന്നത്. ആ വംശാവലി അനുസരിച്ച് 7-ാമത്തെ വ്യക്തി ലാമേക്കാണ്. ഞാൻ അക്രമം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വേണേൽ പറയാം. സ്തോത്രം. 1 ആദാമിൻ്റെ മൂത്ത മകനായിരുന്നു ആര്? കായിൻ. ഹാബേൽ കൊല്ലപ്പെട്ടു. കായിൻ്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിൻ്റെ മകൻ ഈരാദിൻ്റെ മകൻ മെഹുയേലിൻ്റെ മകൻ മെതുശയേലിൻ്റെ മകൻ ലാമേക്ക്, അല്ലേ? പക്ഷേ നമ്മൾ യൂദയുടെ ലേഖനത്തിൽ വായിച്ചത് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് എന്നാണ്. ക്രമത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ക്രമത്തിൽ ആദാം മുതൽ 7-ാമൻ ഹാനോക്കല്ല, ലാമേക്കാണ്. ആ ലാമേക്കിനെ കുറിച്ച് നമുക്കറിയാം. ബഹുഭാര്യത്വമായിട്ടൊക്കെ നടക്കുകയാണ്, അല്ലേ? ആദയും സെല്ലയുമായുള്ളവരെ കേൾപ്പീൻ, എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിന് പകരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിന് പകരം 77 ഇരട്ടി പ്രതികാരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കൊലക്കത്തിയുമായിട്ട് വധഭീഷണിയുമായിട്ട് നടക്കുന്ന ഒരു നിഷ്ഠൂരനായ മനുഷ്യനായിട്ടാണ് നമ്മൾ അവിടെ 7-ാമനായ ലാമേക്കിനെ കാണുന്നത്. പക്ഷേ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ആദാം മുതൽ 7-ാമൻ ഹാനോക്കാണെന്ന് ആ യൂദയുടെ ലേഖനത്തിലെ വാക്യം അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊരു വംശാവലി വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ
നിങ്ങൾ നോക്കിക്കൊള്ളൂ, അവിടെ കൊടുത്തേക്കുന്ന ആ ജീനിയോളജി നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. 1 ആദാം, 2 ശേത്ത്, 3 ഏനോശ്, 4 കേനാൻ, 5 മഹലേൽ, 6 യാരദ്, 7 ഹനോക്ക്. കർത്താവിൻ്റെ വചനത്തിൽ ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ഒരു ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് ഏതോ ഒരു വൈരുദ്ധ്യം പോലെ തോന്നിയാലും അന്വേഷിച്ച് വായിച്ചു വരുമ്പോൾ അതെല്ലാം ക്രമത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാണാൻ. ദൈവത്തിന് വേദപുസ്തകത്തിൻ്റെ സുതാര്യത, അതിൻ്റെ വിശ്വസനീയത, അതിൻ്റെ ആധികാരികത എത്രയോ കൃത്യതയുള്ളതാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദാം മുതൽ 7-മനായ ഹാനോക്ക്, അല്ലേ? കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ലോകത്തെ നീതിയോടുകൂടെ വിധിപ്പാൻ വന്നിരിക്കുന്നു, ഇതാ വന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബൈബിളിലെ പ്രവചനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അത് ദൂരെ, ഒരു പക്ഷേ 1000 അല്ലെങ്കിൽ അതിനപ്പുറമോ 100 വർഷങ്ങൾക്കൊക്കെ ശേഷം നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും പ്രവാചകന്മാർ അതിനെ കാണുന്നത് അടുത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ്. ഒരു മലയാളി സമൂഹത്തോടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഈ മലകളുണ്ട്. പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മലകൾ കാണാൻ കഴിയും. ഹൈ റേഞ്ചിലും മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മലകൾ കാണാൻ കഴിയും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ മലകളെല്ലാം കൂടെ അടുക്കടുക്കായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് പൊടുന്നനവേ തോന്നുന്നത് ഒരു മലയുടെ മുകളിൽ കയറിയാൽ അവിടുന്ന് എടുത്ത് കാലങ്ങോട്ട് വെച്ചാൽ അടുത്ത മലയിലോട്ട് കയറുമെന്നാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നതല്ല, ഈ ഒരു മലയും അടുത്തൊരു മലയും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്, അല്ലേ? ഇതുപോലെയാണ് പ്രവാചകന്മാർ കാര്യങ്ങൾ കാണുന്നത്. അടുത്ത് നടക്കുന്ന ഒരു കാര്യം പോലെയാണ് ആത്മമണ്ഡലത്തിൽ അവരത് കാണുന്നത്. 1000 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. 1000 വിശുദ്ധന്മാരുമായി ദൈവം ലോകത്തെ നീതിയോടെ വിധിപ്പാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെയും നടക്കുന്നില്ല. പക്ഷേ ഹാനോക്ക് അത് ആത്മദൃഷ്ടിയിൽ കണ്ടത് അടുത്ത് നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിൻ്റെ ആ ദർശനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചുരുക്കമായി പറയാം. ഒരു 30 വർഷമൊക്കെ ആത്മീക ജീവിതം നയിച്ചു കഴിയുമ്പോൾ പലരും വിശ്വാസത്തിൽ ശോഷിച്ചവരോ ആത്മീയതയിൽ മന്ദീഭവിച്ചവരൊക്കെ ആയി മാറാറുണ്ട്. പക്ഷെ 30 വർഷമല്ല, 30 ദശാബ്ദം, 3 നൂറ്റാണ്ട് മുഴുവൻ മുടങ്ങാതെ ദൈവത്തോടുകൂടെ നടന്നിട്ടും ആ ഭക്തൻ്റെ പ്രത്യാശയ്ക്ക് തെല്ലും ഭംഗം വന്നില്ല. അവൻ്റെ വിശ്വാസം നാൾക്ക് നാൾ കൂടി വന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു 300 വർഷം മുടങ്ങാതെ ദൈവത്തോടു കൂടെ നടക്കാൻ കുടുംബസ്ഥനായിരുന്നു, മക്കളും ഒക്കെ ഉണ്ട്, പ്രാരാബ്ദമൊക്കെ ഉണ്ട്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തെരപ്പാര നടക്കുകയല്ല. ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ആ മനസ്സുമായിട്ട് ഒത്തുചേർന്നിരുന്നു എന്നർത്ഥത്തിലാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ദൈവത്തോടൊത്ത് 300 വർഷം ദൈവത്തോടു കൂടെ നടക്കാൻ ഹാനോക്കിന് പ്രേരകമായ ഒരു സംഭവമുണ്ട്. ഹാനോക്കിൻ്റെ സമകാലിക ലോകം എന്ന് പറഞ്ഞത് വളരെ ദുഷ്ടം നിറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലാമേക്കിനെ കുറിച്ച്, കൊലക്കത്തിയുമായിട്ട് നടക്കുന്ന ഒരുവൻ, ബഹുഭാരിത്യമായിട്ട് നടക്കുന്ന ഒരുവൻ, അതാണ് അക്കാലത്തെ ഒരു മനുഷ്യൻ. ഇനി വേറെ ചിലരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4:16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യൂബാൽ എന്ന് പറയുന്ന ഒരുവൻ, അല്ലേ? നോക്കിക്കോളൂ വചനത്തില്. യൂബാൽ, യാബാൽ ഒന്ന് വായിച്ചേ, 16 മുതലുള്ള വാക്യങ്ങള്. ആ ആ ആ ആ കേട്ടോ. ഒരുവൻ യാബാൽ എന്ത് ചെയ്യുന്നു? അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി മാറുകയാണ്. അപ്പൊ അവൻ സംഗീതജ്ഞന്മാരുടെ തലതൊട്ടപ്പനായി മാറുകയാണ്. അടുത്തത് തൂബൽ കൈൻ. അപ്പൊ ആ കാലത്തെ ഒന്ന് ഓർത്തു നോക്കിയേ.
ലാമേക്ക് എന്ന് പറയുന്ന ഒരുവൻ കൊലക്കത്തിയുമായിട്ട് വധഭീഷണിയായിട്ട് നടക്കുന്നു. വേറൊരുവൻ യാബാൽ കൂടാരവാസികൾക്കും പശുപാലകന്മാരുടെയും നേതാവായി മാറുന്നു. ഇനി യൂബാൽ എന്ന് പറയുന്ന ഒരുവൻ വേണുവും കിന്നരവും ഉപയോഗിക്കുന്ന സംഗീതജ്ഞന്മാരുടെ നേതാവായി മാറുന്നു. വേറൊരുവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധം നിർമ്മിക്കുന്നതിൻ്റെ നേതാവായി മാറുന്നു. എല്ലാവരും ഭൂമിയിൽ ഓരോരോ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി അതിൻ്റെ നേതാക്കന്മാരായി വാഴാൻ തുടങ്ങുകയാണ്. പ്രൈസലോ. അതിൻ്റെ നടുവിലാണ് ഇതിനൊന്നിനും പോകാതെ ഒരുവൻ ദൈവത്തോടുകൂടെ നടക്കാൻ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കാൻ ഹാനോക്കിന് പ്രേരകമായ കാര്യം എന്തായിരുന്നു? താൻ ചിന്തിച്ചു, ഒരു ദൈവം ഉണ്ടോ? ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ശിക്ഷ വരേണ്ടതല്ലേ? കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ തമ്പുരാനുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടതല്ലേ? അങ്ങനെ താൻ ചിന്തിക്കുന്ന കാലത്താണ് തനിക്കൊരു കുഞ്ഞു ജനിക്കുന്നു. ദൈവം പറഞ്ഞു, നീ അവന് മെഥൂശലേഹ് എന്ന് പേരിടണം. മെഥൂശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറികളിൽ കാണുന്നത് അവൻ മരിക്കുമ്പോൾ അത് അയക്കും എന്നാണ്. മെഥൂശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് അയക്കും. മെഥൂശലേഹ് ജനിക്കുന്നത് ഹാനോക്കിന്റെ 65-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, സ്തോത്രം, മെഥൂശലേഹിന്റെ ആയുഷ്കാലം എത്ര? കറക്റ്റാ, പറഞ്ഞോളൂ. ദൈവത്തോടു കൂടെ നടന്നവന്റെ തലമുറയാണ് ദീർഘായുസിന്റെ ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചത്. ആദാം 930 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ മെഥൂശലേഹ് 969 വയസ്സ് വരെ ജീവിച്ചു. അപ്പനോ ഹാനോക്കോ 365 വയസ്സേ ജീവിച്ചു. അപ്പൊ അപ്പനേക്കാൾ ഏകദേശം 3 ഇരട്ടി മകൻ ജീവിച്ചിരുന്നു. ചിലരുടെ ആയുസ്സിനെ ദൈവം കുറച്ചാക്കി വെച്ചിരിക്കുന്നു, ചിലരുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി നൽകുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളിവിടെ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എത്രയെത്രയോ വിശുദ്ധന്മാർ അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? 30-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലുമൊക്കെ കർത്താവിൻ്റെ വേലയിൽ പ്രശോഭിച്ചിരുന്ന പലരും അപ്രതീക്ഷിതമായി ലോകത്തിൽ മാറ്റപ്പെട്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി പറയാൻ വരുന്നത് 969 വയസ്സുള്ളവനായിട്ടാണ് മെഥൂശലേഹ് മരിക്കുന്നത്. ആ കണക്ക് എത്തിച്ചേരുന്നത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിലാണ്. ദൈവം പറഞ്ഞത് അവൻ മരിക്കുമ്പോൾ അത് അയക്കും എന്ന്. ഇനി അക്കണക്കൊന്ന് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹാനോക്കിന്റെ 65-ാമത്തെ വയസ്സിൽ ആര് ജനിച്ചു? മെഥൂശലേഹ്. ഇനി നമുക്ക് മെഥൂശലേഹ് തൊട്ടാണ് എന്നാണ്. മെഥൂശലേഹിന് 187 വയസ്സാകുമ്പോൾ ലാമേക്ക് എന്ന മകൻ ജനിക്കുന്നു. ലാമേക്കെന്ന് 2 വംശാവലിയിലും ഓരോരുത്തരുണ്ട്. ഞാൻ ഇപ്പോൾ ഷേപ്തിൻ്റെ വംശാവലിയിലെ ലാമേക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. മെഥൂശലേഹിന് 187 വയസ്സുള്ളപ്പോൾ ലാമേക്ക് ജനിക്കുന്നു. ആ ലാമേക്കിന് 182 വയസ്സുള്ളപ്പോൾ നോഹ ജനിക്കുന്നു. ആ നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ ജലപ്രളയം ഉണ്ടാകുന്നു. കൂട്ടി നോക്കിക്കേ, 187ഉം 182ഉം 369. 369 കൂടെ 600 കൂടെ കൂട്ടിയാൽ 969. ദൈവം എന്താ പറഞ്ഞത്? അവൻ മരിക്കുമ്പോൾ അതെ. മനസ്സിലായോ? സ്തോത്രം. 969 വയസ്സുള്ളവനായി മെഥൂശലേഹ് മരിക്കുമ്പോൾ നോഹയ്ക്ക് അന്ന് 600 വയസ്സുണ്ട്. മെഥൂശലേഹ് മരിച്ചപ്പോൾ അത് എന്ന ജലപ്രളയം ദൈവം അയച്ചു. ഇനി ഹാനോക്ക് തൻ്റെ ആയുഷ്കാലത്ത് ചുരുങ്ങിയ ആയുസ് ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ആയുസ്സിൽ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. അവന് തനിയെ നടക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇങ്ങോട്ടിങ്ങ് പോരാൻ പറഞ്ഞു. അവനെ ദൈവം എടുത്തതിനാൽ അവൻ കാണാതെ. നമ്മുടെയും ഭാഗ്യകരമായ പ്രത്യാശ, കർത്താവിൻ്റെ മടങ്ങിവരവിൽ ജീവനോടെ ഇരിക്കുന്ന ഒരു പറ്റം വിശുദ്ധന്മാർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. കരങ്ങളെ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിനും മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇനി പഴയ നിയമത്തിലെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പരാമർശനങ്ങൾ 2 ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വേദഭാഗ്യങ്ങളാണ്. കാണാൻ അറിയാലോ വാക്യം എന്താ?
എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ ആ ഭയങ്കര പ്രത്യാശയുടെ വാക്കുകളിൽ പ്രസക്തങ്ങളായ 3-4 ചിന്തകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, മൈ റിഡീമർ ഈസ് സ്റ്റിൽ അലൈവ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവാണ്. അവൻ ഒരിക്കൽ മരിച്ചവനാണെങ്കിലും മരണത്തോടുകൂടെ അസ്തമിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. സ്റ്റിൽ ഈസ് അലൈവ്. ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കുകയാണ്. വെളിപ്പാട് 1:18. പ്രൈസല്ലോ. എന്താ? ഞാൻ മരിച്ചവനായിരുന്നു. താങ്ക് യു. യോബിന്റെ പുസ്തകത്തിൽ തൻ്റെ പ്രത്യാശയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസക്തങ്ങളായ 3 ചിന്തകൾ. अय्यूब के किताब से हमें जो उसकी ओर से आशा जो परमेश्वर के आगमन के बारे में है, उसके बारे में हम मनन कर रहे हैं. ഒന്ന്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. पहला तो मेरा उद्धारकर्ता जीवित है. ആ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. वो उद्धारकर्ता जो है वो हमारा प्रभु यीशु मसीह है. വെളിപ്പാട് 1:18 അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. और प्रकाशित 1:18 में जो कहता है कि मैं मृत्यु में था लेकिन अब तो सदा के लिए मैं जीवित हूं. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് എന്റെ വീണ്ടെടുപ്പുകാരൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കും എന്നാണ്. और दूसरा हम पढ़ते हैं कि मेरा उद्धारकर्ता जो है एक दिन उच्च स्थान में खड़ा रहेगा. മലയാളത്തിലാണ് വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കുമെന്ന് വായിക്കുന്നത്. मलयालम में कहते हैं कि उद्धारकर्ता जो है वो धूल के ऊपर खड़ा रहेगा. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ വായിക്കുന്നത് എന്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ ഭൂമിമേൽ നിൽക്കുമെന്നാണ്. लेकिन अंग्रेजी में जब पढ़ते हैं तो उसका उत्तर हमें स्पष्ट मिलता है कि मेरा उद्धारकर्ता जो है पृथ्वी के ऊपर खड़ा रहेगा. ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ്. पृथ्वी कहे तो वो एक गोल आकार है. കർത്താവ് വന്നു നിൽക്കുന്നത് ഈ ഭൂഗോളത്തിന് മീതെയായിരിക്കും. प्रभु जब आगमन में आएंगे तब ये पृथ्वी के ऊपर से आएंगे. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. हाथों को उठाते हुए हम परमेश्वर के धन्यवाद करेंगे. മൂന്നാമത് ഞാൻ പറയുന്നത്, तीसरा जो कहते हैं ദേഹസഹിതനായി ഞാൻ അവനെ കാണുമെന്ന്. हम हमारे देह में मिलके होते हुए हम प्रभु को देखेंगे. മലയാളത്തിൽ ദേഹരഹിതനായി എന്നാണ്, ശരിയായ പരിഭാഷയിൽ ദേഹസഹിതനായി അവനെ കാണും. मलयालम में जिस समान कहा है उसी समान कि हम हमारे रूप में या देह में होते हुए प्रभु को देखेंगे. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ തന്നെ പരിക്കുകളാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. सर से लेके पैर तक कोड़ों से भरा हुआ है. ശരീരത്തിൽ അസഹനീയമായ ചൊറിയുടെയും പരുക്കിന്റെയും വേദന കൊണ്ട് ക്ലേശം അനുഭവിച്ചു. शरीर में बहुत सारा क्लेश और दर्द के साथ वो अनुभव कर रहा है. ഈ കൈകാലുകളിൽ ഉണ്ടായിരിക്കുന്ന ചൊറിയുടെ ചലം അല്ലെങ്കിൽ അതിന്റെ പഴുപ്പ് വല്ലാതെ അസഹ്യപ്പെടുത്തിയത് കൊണ്ട് ഉണങ്ങിയ ഒരു ഓട്ടുകഷ്ടം കൊണ്ട് തന്നെ ചിരണ്ടി ചാരത്തിലേക്ക് ഇരിക്കുന്ന ഒരു ചാരക്കൂട്ടിലാണ്. और इसके हाथों में जो है इतने सारे कोड़ी होकर खुजली होकर वो पक चुका है कि वो लकड़ी को लेकर उसको साफ करते हुए नीचे घेर रहा है. നല്ലൊരു ആശ്വാസത്തിന് വേണ്ടി അല്പം ചാരം വാരി ഈ ചൊറിയുടെ പുറത്തേക്ക് ഇട്ടു. और अपने ही सांत्वना के लिए थोड़ा से राख को लेकर इन कोड़ों के ऊपर लेप लगा रहा है. അപ്പോഴും വിങ്ങി വിങ്ങിയുള്ള വേദന അനുഭവപ്പെടുകയാണ്. और वो बहुत असहनीय जो दर्द को सह रहा है. താൻ വീണ്ടും അത് ഇങ്ങനെ ചുരണ്ടിയിട്ടു. फिर से अपने दर्द के इस पके हुए कोड़ों को निकाल फेंकता है. കൂടെ കൂടെ ചുരണ്ടിയിടുന്ന കൂട്ടത്തിൽ ഈ ചലത്തോടു കൂടെ ശരീരത്തിലെ മാംസങ്ങളും ത്വക്കുകളും ഒക്കെ മുറിഞ്ഞു വീഴാൻ തുടങ്ങി. और जैसे जैसे ये कुरेद कर निकाल कर डाल रहा है अपने ही शरीर का जो मांस और चमड़ी को भी उखाड़ डाल रहा है. താൻ ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ തന്റെ ശരീരത്തിലെ മുറിഞ്ഞ ഭാഗങ്ങൾ കിടക്കുകയാണ്. जहां कहीं वो बैठा है वह आसपास उसके शरीर के इस समान टूटे हुए टुकड़े पड़े हुए हैं. ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന മാംസകഷ്ണങ്ങളെ നോക്കിയിട്ട് താൻ പ്രത്യാശയുടെ വാക്ക് വിളിച്ചു പറയുകയാണ്. आसपास जो ये टूटे हुए मांस उसके पड़े हैं उसी को देखते हुए एक अनंत आशा को देखते हुए वो कहता है, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും. मेरा चमड़ी इस समान निगल जाए गिर जाए फिर भी उस दिन अपने शरीर में रहते हुए प्रभु को मैं देखूंगा.
ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ദൈവമക്കളുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ് परमेश्वर के बच्चों का जो आशा जो इस समान का ഇന്ന് നമ്മുടെ ശരീരത്തിൽ പലവിധങ്ങളായ രോഗങ്ങളുണ്ട്, आज हमारे शरीर में अलग अलग रूप के बीमारियां हैं, വല്ലാത്ത വേദനകളുണ്ട്. कई सारे दर्द हैं, എന്നാൽ വേദനകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടി ആയിരിക്കും ഭൂമിമേൽ വന്നു നിൽക്കാൻ പോകുന്ന നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖം लेकिन കാണുന്നത്. बिना कोई दर्द बिना कोई क्लेश का ऐसा एक शरीर को धारण करते हुए हम जब हमारा दूल्हा आएगा हम उसको देखेंगे. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ തെളിവ്. परमेश्वर के आगमन के जो पुराने नियम के चिन्ह को देख रहे हैं हम. ഒന്ന് ഹാനോക്കിന്റെ പ്രത്യാശയായിരുന്നു, पहला तो हानोक का आशा को देखा, രണ്ട് ഇയ്യോബിന്റെ പ്രഖ്യാപനമായിരുന്നു, दूसरा अय्यूब की आशाओं को देखा, മൂന്ന് കൂടാരങ്ങളിൽ വസിച്ചിരുന്ന പിതാക്കന്മാരുടെ പ്രത്യാശ, और तीसरा जो तंबुओं में वास करने वाले हमारे पूर्व पिताओं की आशा. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. इब्रानी 11 का 9 और 10, हिब्रू 11, 9, 10. Someone can read it. Thank you. Praise the Lord. ആ വാക്യം നിങ്ങൾ എല്ലാവരും തുറന്നു വെച്ചേക്കണം. आप वो वचन को खुले ही रखना. അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കാണുന്നത്. यहाँ अब्राहम का जो विश्वास में जो घोषणा कर रहा है उन बातों को देख रहे हैं. 4 പ്രസക്തങ്ങളായ ചിന്തകൾ അവിടെ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 4 अलग अलग सोचों को यहाँ पे हमें दर्शाते हैं. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ നോട്ട് കൃത്യമായിട്ട് വേണമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് തരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. और इसके जो नोट्स है आपको मलयालम, इंग्लिश और हिंदी में इसके बाद मिल जाएगा. PDF കോപ്പി ഉണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. उन सब का PDF हमारे WhatsApp ग्रुप में डाल दिया जाएगा. അവിടെ വായിക്കുന്നു, പിതാക്കന്മാർ ഒരുമിച്ച് കൂടാരങ്ങളിൽ വസിച്ചു എന്ന്. पिताएं हमारे पूर्व पिता एक साथ तंबुओं में वास करते थे. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവര് 3 പേരും കൂടെ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. अब्राहम, इसहाक और याकूब ये तीनों एक साथ रहे हुए दिन थे. തെളിവ്, चिन्ह, അബ്രഹാം 175 വയസ്സിലാണ് മരിച്ചിരിക്കുന്നത്. अब्राहम जो है 175 साल में मृत्यु को पाता है. പലപ്പോഴും ഒരു വിശ്വാസത്തിന്റെ വീരചരിത്രമായി നാം कई കേൾക്കാറുള്ളത് बार विश्वास के वीर इतिहास में इनको देखते भी हैं. 75 വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്തം നൽകി തലമുറയെ തരുമെന്ന് 100ാമത്തെ വയസ്സിൽ അത് കിട്ടി. അതാണ് ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നത്. 75 साल में उसको परमेश्वर एक वायदा देता है कि तुझे एक पुत्र दान में संतान मिलेगा. 100वें साल में उसको ये मिलता भी है. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ പല പ്രത്യാശകളും പല വിശ്വാസങ്ങളും അബ്രഹാമിൽ ഉണ്ടായിരുന്നു. उससे बढ़कर कई सारे श्रेष्ठ अद्भुत विश्वास अब्राहम के पास था. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. उत्पत्ति के 17वें अध्याय में हम देखते हैं कि प्रभु जो परमेश्वर है उससे वायदा देता है कि तेरे ही संतानों में से राज घराने वाले राजा उत्पन्न होंगे. അബ്രഹാമിന് കുറഞ്ഞ പക്ഷം 8 ആൺമക്കളെങ്കിലും ഉണ്ടായിരുന്നു. अब्राहम को कम से कम 8 पुत्र थे. നമ്മൾ പലപ്പോഴും വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനീക സന്തതിയായ ഇസ്മായിലിനെ കുറിച്ചോ കേട്ടിട്ടുള്ളൂ. हम तो कई बार अब्राहम के जो पुत्र हैं इस्माइल जो जड़ी है और इसहाक जो है उसके बारे में ही सुनते हैं. പക്ഷെ ദൈവം പറഞ്ഞ വാക്കിൽ, लेकिन परमेश्वर ने जो वायदे दिए, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കുമെന്നുണ്ടായിരുന്നു. तेरे वंश में से राजाएं उत्पन्न होंगे. ഉൽപ്പത്തി 17:6 നമ്മളത് വായിക്കുന്നത്. उत्पत्ति 17 का 6 में पढ़ते हैं. जेनेसिस 17:6. വായിക്കണമെന്ന്. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. और तेरे में से राजाएं उत्पन्न होंगे. 25 അധ്യായത്തിന്റെ ഉൽപ്പത്തി 25ന്റെ 1 മുതലുള്ള വാക്യങ്ങളില് 25 का 1, जेनेसिस 25:1. സിമ്രാൻ, യൊക്ഷ്വാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ശൂവക്, 6 6 इस समान के राजाओं को हम देख लेते हैं यहाँ पे. ഓക്കെ. അപ്പം ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും നമുക്ക് അറിയാമല്ലോ. और इस्माइल और इसहाक को तो हम जानते हैं. എന്നാൽ
എന്നാൽ ഇവിടെ 6 ആൺമക്കളെ കൂടെ കാണുകയാണ്. और यहाँ पे और 6 बेटों के बारे में नाम लिखा गया है. അതിൽ ഒരുവന്റെ പേരാണ് മിദ്യാൻ. और उनमें से एक का नाम है मिद्यान. പ്രൈസ് ദി ലോർഡ്. हालेलुया. യിരെമ്യാ പ്രവചനം 25:25 വായിച്ചേ. यिर्मयाह के 25 का 25 पढ़े. यिर्मयाह 25:25. 25:25. ആ ആ ആ മിദ്യാന്യ രാജാക്കന്മാരെയും എന്നൊരു പദം ഓടില്ലേ? സ്തോത്രം. യിരെമ്യാവ് 25:25 വായിച്ചേ? മതി. താങ്ക് യു. മിദ്യാന്യ രാജാക്കന്മാരെയും. और मेधा के सब राजा लोग. കെതൂറയിൽ നിന്ന് ജനിച്ച ഒരു മകന്റെ പേരാണ് മിദ്യാൻ. और केरूब से जो बेटा हुआ है उसका नाम है मिद्यान. ഇവിടെ നമ്മൾ വായിച്ച സകല മിദ്യാന്യ രാജാക്കന്മാർ. और यहाँ पे हम पढ़ते हैं कि सारे जो मादे के सब राजाओं को. കെതൂറയിൽ നിന്ന് ജനിച്ച മറ്റൊരു മകന്റെ പേരാണ് സിമ്രി. और जिम्रिन करके जो है दूसरा संतान का नाम है. സംഖ്യ 31:8 വാക്യം. गिनती 31:8. 31 का 8. 31:8. 31:8. ആ ആ ആ താങ്ക് യു. അവിടെ നമ്മൾ വായിക്കുന്നത് സിമ്രി രാജാക്കന്മാരെയും കൊന്നു എന്നാണ്. और हम पे पढ़ते हैं कि सिमरी राजा जो है उन लोगों को वहां मार दिया गया. ചുരുക്കത്തിൽ और संक्षेप में നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കുമെന്ന് ദൈവം പറഞ്ഞത് परमेश्वर ने जो उसको वायदा दिया कि तुझसे राजाएं लोग उत्पन्न होंगे. അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. अब्राहम के जीवन में ऐसा ही हुआ. ഇനി നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. अब फिर से हम इब्रानी की किताब में आ रहे हैं. 175 വയസ്സിലാണ് അബ്രഹാം മരിക്കുന്നത്. 125वें साल में अब्राहम का मृत्यु होता है. 100ാമത്തെ വയസ്സിലാണ് അവന് മകനായ ഇസഹാക്ക് ജനിക്കുന്നത്. 100वें साल में उसका बेटा इसहाक उत्पन्न होता है. ഹലോ. आमीन. ഇസഹാക്കിന്റെ 60ാമത്തെ വയസ്സിലാണ് യാക്കോബ് ജനിക്കുന്നത്. इसहाक के 60वें साल में याकूब पैदा होता है. അവിടെ ഒരു കാര്യം ഞാൻ പറയാം. वहां पे एक बात मैं आपसे कहूं. ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത് 40ാമത്തെ വയസ്സിലാണ്. इसहाक जो है 40वें साल में ब्याह करता है. പക്ഷെ അവനൊരു കുഞ്ഞുണ്ടാക്കുന്നത് 60ാമത്തെ വയസ്സിലാണ്. लेकिन उसको एक संतान 60वें साल में होता है. ദൈവത്തിന്റെ നിയോഗപ്രകാരമല്ലേ അവന്റെ വിവാഹം നടന്നത്? परमेश्वर की योजना के हिसाब से ही तो उसका ब्याह हुआ था. എലിയാസർ പോയി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. एलियाजर ने ही तो सारी व्यवस्थाओं को तैयार किया था. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് മുന്നമേ പോകുമെന്നല്ലേ അബ്രഹാം പറഞ്ഞത്? परमेश्वर का स्वर्गदूत तेरे आगे आगे जाएगा यही तो कहा था. പക്ഷേ എന്നിട്ടും കല്യാണം കഴിഞ്ഞിട്ടും 20 വർഷം തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. लेकिन ब्याह के बाद 20 साल तक उसको संतान न हुआ था. അതിന് ഒരു കാരണം തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. उसका एक कारण वचन में इस समान सिखाता है. ഇസഹാക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. इसहाक ने अपनी पत्नी के लिए प्रार्थना किया. परमेश्वर ने उसके कोख को खोल दिया. 20 വർഷം അവൻ മടുത്തുപോയില്ല. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു തലമുറയെ നൽകി. 20 साल थके बिना उसने प्रार्थना किया. तब उसको परमेश्वर ने उत्तर दिया. ഇസഹാക്കിന് യാക്കോബ് ജനിക്കുമ്പോൾ अब्राहम ने 160 വയസ്സുണ്ട്. इसहाक को याकूब जब उत्पन्न होता है तो अब्राहम को 160 साल था. अब्राहम 175 വയസ്സിൽ മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സുണ്ട്. और अब्राहम जो 175 साल में मरता है तो याकूब को 15 साल था. അതാണ് ഇബ്രായ ലേഖനത്തിൽ വായിച്ചത്. और यही तो हमने इब्रानी की किताब में पढ़ा. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് അവർ ഒരുമിച്ച് കൂടാരങ്ങളിൽ പാർത്തു എന്ന്. अब्राहम इसहाक और याकूब एक साथ एक तंबू में वास किए. കൂടാരങ്ങളിൽ പാർക്കുന്നു എങ്കിലും तंबुओं में वास करते फिर भी മറ്റൊരു നഗരത്തിനായി അവർ കാത്തിരുന്നു. दूसरे प्रतिज्ञा के नगर के लिए वो बाट जोते रहे. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം, जो परमेश्वर ने निर्माण किया और नींव डाला ऐसा एक नगर. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് കെട്ടി മുകളിലേക്ക് ഉയർത്തുകയാണ്. यहाँ के सारे निर्माण तो पृथ्वी में नींव डालकर ऊंचाई में उठाया जाता है. മുകളിൽ നിന്ന് പണിത് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു കെട്ടിടമാണ് നാം കാത്തിരിക്കുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ
നഗരം. लेकिन स्वर्ग में बनाकर वहां से नींव नीचे उतारे हुए एक नगर की हम बाट जोते हैं जिसका नाम है यरूशलेम का नगर. വാഗ്ദത്ത ദേശത്ത് അവർ അന്യദേശത്തെന്ന പോലെ ജീവിച്ചു. वायदे के देश में परायों के रूप में वो जीते रहे. പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ് ആ ദേശത്തെ കുറിച്ച് उस വായിക്കുന്നത്. देश के माने तो ये कहते हैं कि वह दूध और मध बहता है. പലസ്തീനിലെ പശുക്കളെ സമയത്ത് കറന്നെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അകടിയിലൂടെ അത് നടന്നു പോകുന്നിടത്തെല്ലാം പാൽ ഒഴുകാറുണ്ട്. और फिलिस्तियों के जो पशुओं को जब समय होता है तब दूध नहीं निकाल देते तो जहां जहां से चलते हैं वहां वो दूध बहाते हुए चलते हैं. പലസ്തീനിലെ കർഷകർ കലപ്പ വെച്ച് ഭൂമി ഇങ്ങനെ ഉഴുതുമറിച്ചിടുമ്പോൾ ഭൂമിക്കടിയിലെ പൊറ്റുകൾക്കിടയിലുള്ള ഈ തേനിന്റെ അണകൾ പൊട്ടി ആ ചാലിലൂടെ തേൻ ഒഴുകാറുണ്ട്. और किसान जब हल चलाता जाता है तो जो जमीन को खुरेदते हैं तो उसके अंदर से भी जो मध है वो बहता है. പാലും തേനും ഒഴുകുന്ന ദേശം. जहां दूध और मध बहता है ऐसा एक देश. പശുവിൽ നിന്ന് പാൽ ഒഴുകാറുണ്ട്. और पशुओं में से दूध बहता है. തേനീച്ചകളിൽ നിന്ന് തേൻ ഒഴുകാറുണ്ട്. मधुमक्खी में से भी मध बहता है. ദൈവം വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, परमेश्वर ने वायदा केवल नहीं दिया ആ നാട്ടിൽ ദൈവനെ കൊണ്ടുപോയി കുടിപാർപ്പിച്ചു. और उस वतन में ले जाकर परमेश्वर ने वहां उनको वास कराया. പക്ഷേ അവരുടെ പ്രത്യാശ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. लेकिन उनकी आशा वहां खत्म नहीं होती. നിങ്ങളിൽ പലരെ കുറിച്ചും ദൈവം കുഞ്ഞുകാലങ്ങളിൽ നൽകിയ പല വാഗ്ദത്തങ്ങളും ഇന്ന് നിവർത്തിയായിട്ടുണ്ടാകാം. परमेश्वर ने आपको बचपन में जो वायदे किए थे अब जाकर वो पूर्ण होते होंगे. മഞ്ഞു പെയ്യുന്ന ദേശത്തോ ഈന്തപ്പനയുടെ നാട്ടിലോ തമ്പുരാൻ അയക്കുമെന്ന് പറഞ്ഞ് അത് ഒരുപക്ഷെ നിവർത്തിയായിരിക്കാം. बहने वाले जो देश है या ये अंजीर का देश है वहां पे तुम्हें भेजा जाएगा वो वायदा आज शायद पूर्ण होगा. എന്നാൽ നമ്മുടെ ശുഭകരമായ പ്രത്യാശയല്ല. लेकिन हमारा शुभमय आशा वो नहीं है. വാഗ്ദത്ത നാട്ടിലെത്തിയിട്ടും മറ്റൊരു നാടിന് വേണ്ടി അവർ കാത്തിരുന്നു. वायदे का जो देश है वहां पे जाए तो भी उस देश के लिए हम प्रार्थना करते പാലും रहे. തേനും ഒഴുകുന്ന ദേശത്തിനപ്പുറം ദൈവം ശില്പിയായി നിർമ്മിച്ച Amen. അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി അവർ കാത്തിരുന്നു. दूध और मध बहे वहां के देश में तो पहुंच गए लेकिन फिर भी वो बाट जो है उस देश का जिसका निर्माण प्रभु परमेश्वर खुद करता है. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. हेब्रानी के किताब में इस समान पढ़ा ആ നഗരത്തെ അവർ ദൂരത്ത് നിന്ന് കണ്ടു, और അഭിവന്ദിച്ചു എന്നാണ്. और उस देश को उन्होंने दूर से देखकर स्मरण किया. വിശ്വാസ കണ്ണുകളാലാണ് അവരത് കണ്ടത്. विश्वास के आंख से ही तो उन्होंने उसको देखा. ഇന്ന് നമ്മളും നമ്മുടെ ദൈവ നഗരത്തെ കാണുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല, വിശ്വാസ കണ്ണുകളാലാണ്. आज भी हम हमारे परमेश्वर के नगर को हमारे इन आंखों से नहीं देखते लेकिन विश्वास की आंख से देखते हैं. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം हाथों को ചെയ്യാം. उठाते हुए प्रभु को स्तुति कर पाए. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചിന്തകൾ. परमेश्वर के आगमन के पुराने नियम से सोच. നാലാമത്തെ ചിന്ത യാക്കോബിന്റെ അന്ത്യമൊഴിയിലാണ്. चौथा जो है याकूब के अंतिम राहों में है. ഉൽപ്പത്തി പുസ്തകം 49 വാക്യങ്ങൾ. और उत्पत्ति के 49 का 10 और 11 जेनेसिस 49 10 11. അവകാശമുള്ളവൻ വരുവോളം ആ ആ ആ ആ ആ മതി. മുകളിലത്തെ വാക്യം വായിക്കണം. ऊपर का 10वां कलम पढ़े. അവകാശമുള്ളവൻ വരുവോളം ആ അവകാശമുള്ളവൻ വരും. और जो व्यवस्था के हिसाब से अधिकारी है वो आएगा യഹൂദയിൽ നിന്നായിരിക്കും അവകാശമുള്ളവൻ വരുന്നത്. और यहूदा से उसका राजदंड उठेगा ये लिखा गया है. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളുണ്ട്. इस्राएल के 12 गोत्र हैं. എന്നാൽ അവകാശമുള്ളവൻ വരുന്നത് ഏത് ഗോത്രത്തിൽ നിന്നായിരിക്കും? लेकिन अधिकार रखने वाला कौन से गोत्र से आएगा? അവൻ യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കും വരുന്നത്. യഹൂദ ഗോത്രം. और वो यहूदा के गोत्र में से आने वाला है. വെളിപ്പാട് 5:5 യേശുവിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നാണ് വിളിച്ചിരിക്കുന്നത്. प्रकाशित 5 के 8 में तो यीशु को यहूदा गोत्र का सिंह कहा गया है. ഹല്ലേലൂയ. आमीन. അഞ്ചാമത്തെ ചിന്ത 5वां सोच ബിലിയാമിന്റെ പ്രവചനമാണ്. बिलियाम की भविष्यवाणी है. സംഖ്യാപുസ്തകം 24:17. और नंबर्स का जो 24 का 17 नंबर्स गिनती 24:17. ആ ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. ബിലിയാം എന്ന പെയോരിന്റെ മകൻ ഇസ്രായേലിനെ കുറിച്ച് ശപിക്കാനാ വന്നെങ്കിലും അനുഗ്രഹിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. बिलियाम को तो भेजा गया था कि इस्राएल के ऊपर श्राप करे लेकिन वो तो अनुग्रह को कर चला गया.
മൂന്ന് മേഖലകളിൽ അവനെ കൊണ്ടുപോയി നിർത്തിയിട്ട് നോക്കിയവരെ ശപിക്കാൻ പറഞ്ഞു. 3 अलग अलग पड़ाव में ले जाकर कहा गया कि इस देश के ऊपर श्राप कर, പക്ഷെ അവന് ലഭിച്ച നിയോഗം വിളിച്ചു പറഞ്ഞു. लेकिन उसको जो प्रेरणा मिला वही उसने वहां घोषणा किया, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദം. इस्राएल को अनुग्रहित करे यही तो यहोवा को प्रसन्न है। ആമേൻ. അവൻ അവരെ അനുഗ്രഹിച്ചിട്ടാണ് മടങ്ങി और പോകുന്നത്. वो उन्हें अनुग्रहित कर ही लौटता है। ബിലിയാം ഇങ്ങനെയാണ് ചോദിക്കുന്നത്. बिलियाम इस समान पूछता है, ബിലിയാമല്ലല്ലോ, ബാലാക്ക് ഇങ്ങനെയാണ് പറയുന്നത്. बालाक इस समान कहता है, ഇവരെ ശപിക്കാനാണ് ഞാൻ നിന്നെ കാശ് കൊടുത്ത് വിളിച്ചോണ്ട് വന്നത്. इनको श्राप करने के लिए ही तो तुझे मैंने पैसा देकर बुलाया, നീ ഇപ്പൊ അവരെ ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ് लेकिन ഉണ്ടായത്. तूने तो उन्हें अनुग्रहित कर दिया, श्राप नहीं दिया। ബാലാക്കിനോട് ബിലിയാം ഇങ്ങനെയാണ് പറഞ്ഞത്. बालाक को बिलियाम इस समान उत्तर देता है, യഹോവ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? यहोवा जिसको श्राप ना दे उसको मैं कैसे श्राप യഹോവ दूं? പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? यहोवा जिसे कोसता नहीं उसे मैं कैसे कोसूं? യാക്കോബിൽ തിന്മകാന്മാരില്ല. याकूब में कोई भलाई ना दिखे, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. देखो अकेले रहने वाला एक जाति, കാട്ടുപോത്തുകളുടെ കൊമ്പുകളുടെ ബലം അവനുണ്ട്. जंगली सांड का बल रहे उसके पास, ആഭിചാരം അവന് പറ്റുകയില്ല. उसमें कोई दुष्ट कार्य ना होगी, ലക്ഷണവിദ്യ അവന് ഫലിക്കുകയില്ല. जादू टोना उसके ऊपर हावी ना होगा, നിന്റെ മന്ത്രവാദങ്ങളൊന്നും അവന് ഫലിക്കുകയില്ല. तेरा तंत्र मंत्र उसके ऊपर कभी हावी ना होंगे। നേരത്തേക്ക് അവന്റെ നാവിലൂടെ ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. और उसको परमेश्वर ने उठाया और पवित्र आत्मा उसके जबान से बात किया। വരാൻ പോകുന്ന രാജാവിനെ കുറിച്ചുള്ള ദൂതാണ് അവൻ വിളിച്ചു एक പറഞ്ഞത്. राजा जो आने वाला है, उसके बारे में भविष्यवाणी करता है, ഞാൻ അവനെ കാണും. मैं उसे देखूंगा, ഇപ്പോഴല്ല, परंतु अभी नहीं, ഞാൻ അവനെ കാണും. मैं उसे देखूंगा, അടുത്തല്ല, समीप होकर देखूंगा, ഭാവിയിൽ ഒരു രക്ഷകൻ വരും. लेकिन भविष्य में एक उद्धार करता आएगा, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. याकूब से एक उद्धार करता आएगा। യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ തിരക്കി വരികയാണ്. यीशु जब जन्म लेता है तो ज्ञानी उसकी खोज कर आते हैं, അവര് പറഞ്ഞത് ഇങ്ങനെയാണ്. वो इस समान कहते हैं, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിടക്കുകൊണ്ടിരിക്കുന്നു. हम उनके तारों को देखते हुए आ रहे हैं। യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിച്ചു. याकूब के जिंदगी वंश में से एक तारा उठा, ആ കർത്താവ് യഹൂദയിൽ നിന്ന് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. और वो स्पष्ट है कि यहूदा की ओर वंश में से ही उत्पन्न हुआ। ഹലോ, എബ്രായ ലേഖനത്തിലെ വാക്യം ശ്രദ്ധിച്ചുവോ? इब्रानी की किताब से ध्यान दे, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. यहूदियों के वंश में से हमारा प्रभु उत्पन्न हुआ, ये तो स्पष्ट है। കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം हाथों को ചെയ്യാം. उठाते हुए प्रभु की स्तुति करें। ആറാമത്തെ പ്രവചനം छठा भविष्यवाणी മോശെ എന്ന മനുഷ്യൻ നടത്തിയ പ്രവചനമാണ്. मूसा से जो परमेश्वर ने दिया वो बात है। ആവർത്തന പുസ്തകം 33-26 വാക്യം. और निर्गमन का जो 33 का 26 33:26 ആ ആ മേഘാരൂഢനായി വരുന്നു. मेघ में विराजमान होके आ रहा है, ആകാശത്തൂടെ വരുന്നു. आकाश मंडल से आ रहा है। ഇത് നിവർത്തിയാവാനുള്ള നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിലാണ്. ये पूर्तिकरण तो हमारे परमेश्वर के आगमन में होने वाला है। കർത്താവ് എന്താണ് പറഞ്ഞത്? प्रभु ने क्या कहा? ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. देखो मैं मेघ में विराजमान होके आ रहा हूँ। കർത്താവ് മഹാപുരോഹിതന്മാരോട് എന്താണ് പറഞ്ഞത്? और परमेश्वर ने महायाजकों से क्या कहा? മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളിലൂടെ വരുന്നത് നിങ്ങൾ मनुष्य का കാണുമെന്നല്ലേ? पुत्र आकाश में विराजमान होकर आ रहा है, क्या देख नहीं रहे? മേഘാരൂഢനായി വരുന്ന കർത്താവ്, मेघ में विराजमान होने वाला हमारा प्रभु, മടങ്ങി വരുന്ന ഒരു കർത്താവിനെ കുറിച്ച് മോശയ്ക്ക് വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. वापस आने वाले प्रभु के बारे में मूसा को एक प्रकाश की बात मिली। ബൈബിളിലെ ആദ്യത്തെ സങ്കീർത്തനം 90 സങ്കീർത്തനമാണ്. और 90 भजन संहिता जो है वचन का इस वायदे का पहला भजन संहिता। നമ്മുടെ ബൈബിളിൽ ഒന്നാമത്തെ സങ്കീർത്തനമാണെങ്കിലും हमारे भजन संहिता में पहला भजन संहिता हो तो भी കാലക്രമത്തിൽ ആദ്യം എഴുതിയത് 90 സങ്കീർത്തനമാണ്. क्रमांक के हिसाब से लिखा हुआ पहला भजन संहिता तो 90 भजन संहिता है। അത് മോശയുടെ സങ്കീർത്തനമാണ്. वो मूसा का भजन संहिता है। മോശ ജീവിച്ചിരുന്നത് BC 1500 और BC 1600 में मूसा जीता था। 150 സങ്കീർത്തനങ്ങൾ എഴുതി പൂർത്തീകരിച്ചത് 1000 വർഷം കൊണ്ടാണ്. 150 भजन संहिता जो लिखकर पूर्ण हुआ 1000 सालों में है। ഞാൻ തെളിവ് പറയാം. मैं चिन्ह बताऊं, 150 സങ്കീർത്തനങ്ങൾ എഴുതി പൂർത്തീകരിച്ചത് 1000 വർഷം കൊണ്ടാണ്. 150 भजन संहिताएं जो है 1000 साल के बीच में लिख कर रखा गया है। ആദ്യത്തെ സങ്കീർത്തനം 90 സങ്കീർത്തനം. पहला भजन संहिता तो 90 भजन संहिता, അത് മോശ എഴുതിയതാണ്. वो मूसा ने लिखा है। സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ ഹൃദയം നൊന്ത് പാടിയതാണ്. और जो भाई मर गया तब हृदय में दर्द लेते हुए लिखा था। മോശ
ജീവിച്ചിരുന്നത് BC 1500-ലാണ്. मूसा जो है 1500 BC में जीता था, അവസാന സങ്കീർത്തനം 126-ാം സങ്കീർത്തനമാണ്. और अंतिम जो भजन संहिता हो 126वां भजन संहिता है, അത് ബാബേലിലെ പ്രവാസത്തിൽ മടങ്ങി വന്നതിന് ശേഷം പാടിയ പാട്ടാണ്. और बाबेल के गुलामी में से वापस आए तब लिखा हुआ भजन संहिता है, BC 535-ലാണ് എഴുതിയത്. और BC 535 में इसे लिखा गया था. അതാണ് പറഞ്ഞ 1500 തൊട്ട് 535 വരെ 1000 വർഷം കൊണ്ടാണ് 150 സങ്കീർത്തനം എഴുതി इसलिए പൂർത്തീകരിച്ചത്. 1500 BC से लेके 535वां BC तक लिखे तो 1000 साल का अंतर है. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. और यहोवा ने अपने लोगों को जो गुलामी से वापस भेज दिया तो हम मौन हो गए ഞാൻ മോശ പാടിയ ഹർഷിत हो गए. സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. और मूसा ने जो भजन संहिता लिखा उस भजन संहिता की ओर मैं आता हूँ. 3 പേര് ചേർന്ന് ഹോർ പർവ്വതത്തിലേക്ക് കയറി പോവുകയാണ്. 3 लोग मिलकर होरेब के पर्वत की ओर चढ़ रहे हैं, ചേട്ടനും അനിയനും ഓരോ മലമുകളിൽ കിടന്നാണ് മരിച്ചത്. और एक एक पड़ाव में उनके भाई लोग मरे हैं. ആമേൻ. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിക്കുന്നു. अरहोन जो है होर पर्वत में मरा, മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിക്കുന്നു. नेबो पर्वत में मूसा मृत्यु पाया. ഞാൻ അവിടുന്ന് ഓരോ ചെറിയ ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. छोटे से एक चित्र को मैं वहां रह के कहूँ, ചേട്ടനും അനിയനും ഓരോ മലമുകളിൽ കിടന്നാണ് മരിച്ചത്. छोटा भाई बड़ा भाई एक एक पर्वत में वहां मरते हैं. അഹരോൻ മരിച്ചത് ഹോർ പർവ്വതത്തിന് മുകളിൽ വെച്ച്. अहरोन जो है होर पर्वत में मरा. 3 പേര് ചേർന്ന് ആ മലയുടെ മുകളിലോട്ട് നടന്നു പോവുകയാണ്. तीनों मिलकर उस पर्वत की ओर चढ़ रहे थे. മോശെ मूसा, അഹരോൻ, अहरोन, അഹരോന്റെ മൂത്ത മകനായ എലിയാസർ. अहरोन का बड़ा बेटा एलियाजर. ഇതിൽ അഹരോൻ മാത്രം ഒരു കുപ്പായം ഇട്ടിട്ടുണ്ട്. और अहरोन नहीं केवल एक वस्त्र को पहना है, ആമേ മഹാപുരോഹിതൻ ഒരു പ്രത്യേക അങ്കി ധരിക്കണം എന്ന് महायाजक പറഞ്ഞിട്ടുണ്ട്. महायाजक का विशेष कपड़ा जो पहना है उसने पहना है. എന്നാൽ അങ്കിയുടെ കാര്യം പറഞ്ഞെടുത്ത് തന്നെ ദൈവം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. लेकिन उस वस्त्र के सामने रहते हुए प्रभु दूसरी एक बात भी कहता है, നിന്റെ കാലശേഷം നിന്റെ അങ്കി നിന്റെ പുത്രനായിരിക്കണം. तेरे समय के बाद ये महायाजक का वस्त्र तेरे बेटे को पहनना है. അഹരോനാണ് അങ്കി ധരിച്ചുകൊണ്ട് ഹോർ പർവ്വതത്തിലേക്ക് നടന്നു കയറിപ്പോയത്. अहरोन जो है उस वस्त्र को पहन कर होर पर्वत की ओर चढ़ता गया. ഹല്ലേലൂയ. हालेलुया. അവിടെ ചെന്നപ്പോൾ वहां पहुंचा तब അഹരോൻ മരിച്ചു. अहरोन मर गया. അഹരോന്റെ അങ്കി മോശ ഉരിഞ്ഞെടുത്തു. अहरोन के इस महायाजक के वस्त्र को मूसा ने उतारा, എലിയാസറിനെ ധരിപ്പിച്ചു. एलियाजर को पहना दिया. ജനം നോക്കി നിൽക്കുമ്പോൾ लोग देख कर खड़े हैं, तब 2 പേര് തിരിച്ചു വരുന്നു. 2 लोग वापस लौट आ रहे हैं. അഹരോന്റെ അങ്കി എലിയാസർ ധരിച്ചിരിക്കുന്നു. अहरोन का वस्त्र को देखो एलियाजर ने पहन लिया है. അങ്ങനെയാണ് അഹരോൻ മരിച്ചു എന്ന് ജനം തിരിച്ചറിഞ്ഞത്. ऐसे अहरोन मरा ये लोगों ने पहचाना. എലിയാസർ അങ്കി ധരിച്ചുകൊണ്ട് വരുന്നു. एलियाजर देखो महायाजक का वस्त्र पहन कर മോശ आता है. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. मूसा भी उतर आ रहा है. കാരണം അവന്റെ ജീവിതത്തിൽ എന്നും തുണയായിരുന്നത് അവന്റെ സഹോദരനായ അഹരോനായിരുന്നു. और उसके लिए जीवन में सहारा रहने वाला उसका भाई अहरोन ही था. ഹൃദയവേദനയോടെ മോശ ഇങ്ങനെ പാടി, हृदय दर्द के साथ मूसा इस समान गाता है, യഹോവേ മടങ്ങി വരണമേ. यहोवा तू वापस लौटा. മടങ്ങി വരുന്ന ദൈവത്തെ കുറിച്ചുള്ള ദർശനം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിലാണ് और സംഭവിക്കുന്നത്. परमेश्वर के लौट आने का जो दर्शन है हमारे प्रभु के दूसरे आगमन में होता है. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള 7ാമത്തെ ചിന്ത, और 7वां परमेश्वर के आगमन का सोच. ആസാഫ് എന്ന ദർശകൻ നടത്തിയ പ്രഖ്യാപന വാക്കുകൾ. आसाफ जो आशा की बातें कहते हैं उन बातों में है. ആസാഫിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. आसाफ के बारे में तुम जानते हो. 2 ആത്മീക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഭക്തനായിരുന്നു ആസാഫ്. 2 आत्मिक जगहों को रहने वाला एक भक्त था आसाफ. ഒന്ന്, അദ്ദേഹം സംഗീതജ്ഞന്മാരുടെ പ്രമാണിയായിരുന്നു. पहला तो गीत गाने वालों का नेता था. 2, അദ്ദേഹം ഒരു ദർശകനായിരുന്നു. दूसरा तो दर्शन देखने वाला था. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, और पहले शमूएल के 9वें अध्याय में पढ़ते हैं, ഇക്കാലത്ത് പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് വിളിച്ചു പോന്നു. इन दिनों में जो भविष्यवक्ता कहते थे उन दिनों में उन्हें दर्शन देखने वाले कहते थे. Praise the Lord. हालेलुया. 2 ദിനവൃത്താന്തം 29:30 ആസാഫിനെ ദർശകൻ എന്ന് വിളിച്ചിട്ടുള്ളത്. और दूसरे इतिहास के 29 के 30वें कलम में हम इस आसाफ के दर्शन को देखते हैं. 1 ദിനവൃത്താന്തം 16:4-5 വാക്യങ്ങളിലാണ് അദ്ദേഹത്തെ സംഗീതജ്ഞന്മാരുടെ പ്രമാണി എന്ന് और വിളിച്ചിരിക്കുന്നത്. पहले इतिहास के 16 के 4-5 में उसको गीत गाने के नेता के रूप से कहा गया है. നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ ആ ചിന്ത കൊണ്ടുവരാൻ പോവുകയാണ്. हमारे जीवन में इन सोचों को ले आओ. 2 ശുശ്രൂഷകൾ ചെയ്യുന്ന മനുഷ്യൻ. 2 सेवाएं करने वाला एक मनुष्य. ഒന്ന്, അദ്ദേഹം ആലയത്തിലെ സംഗീതജ്ഞന്മാരുടെ നേതാവായിരുന്നു. पहला तो परमेश्वर के भवन के गीत गाने वालों का नेता था. 2, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ദർശകനായിരുന്നു. दूसरा वो भविष्यवक्ता या दर्शन देखने वाला है.
ആമേൻ. ഒരു ദിവസം പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. एक दिन परमेश्वर के भवन का सेवकाई कर कर घर लौट रहा था തന്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരെ ഇന്നലെ വഴിവക്കിൽ വെച്ച് കണ്ടുമുട്ടി. और उसके साथ पड़े हुए कई सारे मित्रों को उसने चौराहे में मिला വഴിയിൽ നിന്നുകൊണ്ട് താൻ അവനെ കുറിച്ച് ഒരു അപഗ്രഥനം നടത്തി. और रास्ते में ही खड़े रहते उनके बारे में एक विवरण करता है കണ്ണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, और देख कर कहा അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. उनके आंख जो है सूज गए हैं അവരുടെ ദേഹത്തിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അവരുടെ ദേഹം തടിച്ചു കൊഴുത്ത് और ഉരുണ്ടിരിക്കുന്നു. उनके शरीर को देखकर कहा कि वो भी सूज कर गोल हो चुका അവരുടെ है ജീവിതത്തെ നോക്കിയിട്ട് പറഞ്ഞു, പിടിച്ചുപറി അവർക്കൊരു ബല ഒരു മാല പോലെയാണ്. और उनके जीवन को देखकर कहा कि वो पकड़ा हुआ है എന്നാൽ എന്റെ കാര്യം നോക്കേ, लेकिन मेरे बारे में देखें താൻ തന്റെ കാര്യം നോക്കിയിട്ട് अपने പറയും, आप के बारे में कहता എന്റെ है കൈകളെ കുറ്റമില്ലായ്മ കഴിയതും मेरे हाथों को बिना दोष में धोता हूँ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും मेरे വ്യർത്ഥമത്രേ. हृदय को शुद्ध कर कर खड़ा किया है എന്താ താൻ പറഞ്ഞത്? क्या कहता है കൈകളെ കുറ്റമില്ലായ്മ കഴിയെന്ന്. हाथों को जो निर्दोष धो दिया है രണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചു എന്ന്. दूसरा हृदय को उसने शुद्ध किया है 73-ാം സങ്കീർത്തനത്തിൽ ഈ രണ്ട് അവയവങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. 73 भजन संहिता में दोनों शरीर के अंगों के बारे में एक भविष्यवाणी को देखते हैं ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയം. पहला तो शुद्ध किया हुआ एक हृदय ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, पहले वचन कलम में इस समान पढ़ता है അവൻ ദൈവം ഇസ്രായേലിന് प्रभु पर सचमुच इस्राएल में നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു शुद्ध നിശ്ചയം. मनों के लिए परमेश्वर भला है ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിലെ ദൈവം നിനക്ക് നല്ലവനാണ്. और जिनका हृदय शुद्ध है उनके लिए परमेश्वर भला है രണ്ട് താൻ കയ്യെ കുറിച്ചാണ് പറഞ്ഞത്. दूसरा अपने हाथों के बारे में कहता है കൈകളെ കുറ്റമില്ലായ്മ കഴുകി എന്നാണ്. हाथ को निर्दोष में धो लिया है ആ വാക്യത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. और उसमें कई सारे अर्थ भी हैं ഇസ്രായേലിൽ ആരെങ്കിലും അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടു എന്നിരിക്കട്ടെ, इसराइल में चाहे अनजाने में किसी की मृत्यु हो गई या हत्या हो गई കൊന്നതാരാണെന്ന് ആർക്കും അറിയത്തില്ല. किसने मारा वो किसी को नहीं पता അങ്ങനെ ആയാൽ ആ കേസ് തെളിയിക്കാൻ ദൈവം ഒരു സമ്പ്രദായം और പറഞ്ഞു. ऐसा है तो परमेश्वर ने उनके लिए एक जरिया बताया ताकि उसको सुलझा सके ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരണം, एक बछड़े को ले आना है പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം കൂടെ വരണം, और सारे प्राचीन लोगों को आना है എല്ലാവരുടെ ചേർന്ന് കാളക്കുട്ടിയുടെ കഴുത്തൊടിച്ചു കൊല്ലണം. और सबको मिलकर इस बछड़े के गर्दन को तोड़कर मारना होगा ഒരുവനോട് ചത്തു കിടക്കുക, एक वहां मरा हुआ पड़ा है കൊന്നതാരാണെന്ന് അറിയത്തില്ല, किसने मारा नहीं पता അവൻ ദൃക്സാക്ഷികളില്ല, और उसके कोई गवाह नहीं കൊലപാതകൻ മറഞ്ഞിരിക്കുന്നു. और जिसने मारा वो छुप गया है പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം കൂടെ और വന്നിട്ട് नगर के प्राचीन लोग आकर ആ കൊല്ലപ്പെട്ട കാളയുടെ ഉടലിന് മീതെ और उस बछड़े को जिसको मारा गया उसके ऊपर കയ്യിൽ വെള്ളമെടുത്ത് കഴുകിച്ചിട്ട് हाथ में पानी लेकर उसके ऊपर बहाकर ഇങ്ങനെ പറയും, और उसको धोते हुए इस समान ഞങ്ങളുടെ कहते हैं കൈകൾ ഈ രക്തം ചിന്തിയിട്ടില്ല, और हमने हमारे हाथ को धो दिया लहू नहीं बहाया ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല, हमने नहीं देखा ഈ രക്തദോഷത്തിൽ ഞങ്ങൾ और ഒഴിവുള്ളവരായിരിക്കുന്നു. इस गुनाह में हमने अपने आप को हटा दिया അതാണ് ഇതിന്റെ है പശ്ചാത്തലം. और यही इसका इतिहास है കൈകളെ കുറ്റമില്ലായ്മ കഴുകുകയാണ്. हाथ को निर्दोष रूपी धो देते हैं ഇത് വെച്ചുകൊണ്ടാണ് പീലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞു और മാറിയത്. इसी को रखते हुए पिलातोस ने अपने हाथ को धोकर अपने आप को छुपा हटा लिया ആസാഫ് പറയുകയാണ്, आसाफ कहता है ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, मैं अपने हृदय को शुद्ध करता हूँ എന്റെ കൈകളെ കുറ്റമില്ലായ്മ കഴുകി. मेरे हाथों को निर्दोषता में धो देता हूँ 73-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ और उसके 23वें कलम में കൈയെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. हाथों के बारे में प्रकाश की बातों को देखते നീ हैं എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, तूने मेरे दाहिने हाथ को पकड़ा रखा നീ എന്റെ है വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. तूने मेरे दाहिने हाथ को पकड़ കൈകൾ रखा है കുറ്റമില്ലായ്മ കഴിയ ദൈവത്തിന്റെ പൈതലേ, हाथ- നിന്റെ കയ്യിൽ ദൈവം പിടിച്ചിട്ടുണ്ട്. हाथ को निर्दोष में जिसने धोया हुआ परमेश्वर के बच्चों तेरे हाथ को प्रभु ने पकड़ा है അടുത്തതാണ് വെളിപ്പാട്. और उसके बाद ही तो प्रकाश की बात है നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, और अपनी अगुवाई में मुझे तो चलाएगा അതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. और तब मेरी महिमा कर कर मैं तुझे अपने आप के पास रखूंगा ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ इस पृथ्वी के अंत होने പിന്നെ पर എന്താ? उसके बाद क्या है ഇന്നത്തെ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. उसके बाद तो अपने महिमा में मुझे तेरे पास रखेगा കണ്ണു പുഷ്ടി കൊണ്ട് ഉന്നി നിൽക്കുന്നവനും आंख जो है बीमारी से सूज चुका है ദേഹം തടിച്ചുരുണ്ട് കൊഴുത്തിരിക്കുന്നവനും और शरीर सूज कर गोल हो चुका है പിടിച്ചുപറിയും ബലാത്കാരവുമായി നടക്കുന്നവനും और पकड़ कर खींच कर चलाने वाले बल के साथ ഇല്ലാത്ത പ്രത്യാശയാണ് ഭക്തന്റെ പ്രത്യാശ. ऐसी आशा नहीं होती है भक्त की आशा ഇന്ന് ദൈവമേ ഓരോ ദിവസവും നിരന്തോറും നമുക്ക് ആലോചന നൽകി നമ്മെ
നമ്മെ आज तो നടത്തുകയാണ്. प्रभु दिन प्रतिदिन की सुझाव को दिखाकर बातों को बताकर चलाता പിന്നത്തേതിൽ है। അവൻ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. उसके बाद वो महिमा में अपने पास लेगा। നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടന്മാരാണ്. और यहाँ के ही समय के लिए अपनी आशा को रखा है तो हमारी सारी आशा व्यर्थ है। കുഴിമാടത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന്, और इस पार के बाद कितना जीवन है। കർത്താവിനോട് കൂടെ വസിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടെന്ന്, प्रभु के साथ वास करने का एक समय है। വിശ്വാസ കണ്ണുകളാൽ കാണുന്നവരാണ് ഭക്തന്മാർ. विश्वास की आंख से जो देख सके वही भक्त हैं। ഹല്ലേലൂയ. हालेलुया। കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഴയ നിയമ ചിന്തകൾ. और प्रभु के आगमन के पुराने नियम की सोच, ഈ എട്ടാമത്തെ ചിന്ത, 8वां सोच। ആസാഫിന്റെ നിരവധി ചിന്തകളാണ് ഞാൻ വിടുകയാണ്. आसाफ के कई सारे सोच है लेकिन वही छोड़ता हूँ। 12 मണിക്ക് നിർത്തണമെന്നാണ് പാസ്റ്റർ. 12 बजे तो हमें समाप्त भी करना है। അടുത്ത ചിന്ത നമ്മൾ വായിക്കുന്നത് और उसके बाद का सोच हम पढ़ते हैं। ദാനിയേലിന്റെ പ്രത്യാശയാണ്. दानिയേल की आशा को पढ़ते हैं। ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. दानिയേल का 7 का 8 और 9, ദാനിയേലിന്റെ 9-10 വാക്യം. 9 और 10। दानिയേल 7, 9, 10। ആ 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 മതി. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം ഇപ്പോൾ ഞാൻ പറയുകയില്ല. और इस वचन के पूर्ण अर्थ को मैं आज तो नहीं कहूंगा। ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ആ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം പറയാം. प्रभु की इच्छा हुई तो कल रात को इसका पूरा विवरण करूंगा। ഇപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കി പറയാം. वहां पे रहते हुए एक दो छोटी बातों को मैं कहूं। ഒരു ന്യായവിസ്താര സഭ ഇരിക്കുന്നു. एक न्याय के विस्तार की जगह में खड़े हैं അതിന്റെ നടുവിൽ ഒരു ന്യായാധിപൻ और ഇരിക്കുന്നു. उसके बीच में एक न्यायाधीश ആ भी है। ന്യായാധിപന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത്. और उस न्यायाधीश का सर जो है, वस्त्र जो है, हिम जैसा നമുക്ക് ഈ उजाला। ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. हम सबको मसीह के न्यायासन के सामने एक दिन खड़ा रहना होगा। 2 കൊരിന്ത്യർ 5:10 दूसरे कोरिन्थी 5 का 10 ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ്. मसीह के न्याय सिंहासन के सामने में खड़े रहना होगा। എന്നാൽ അതേ വേദഭാഗം लेकिन उसी भाग में റോമാലേഖനത്തിൽ रोमियो के पत्र में 14-ാം അധ്യായം 10-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ और 14वें अध्याय का 10वां और 11वां कलम में आए तो നമുക്കെയും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി हम വരും. सबको परमेश्वर के न्याय के सिंहासन के सामने खड़े रहना होगा। നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് പറയേണ്ടി हम വരുമെന്നാണ് सबको വായിക്കുന്നത്. एक एक को प्रभु के सामने हिसाब चुकाना होगा। ഹല്ലേലൂയ. हालेलुया। ന്യായാധിപൻ ഇരിക്കുന്നു. न्यायाधीश वहां बैठा है അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തത്. और उसका बाल और वस्त्र जो हिम सा उजाला അവൻ है। വയോധികനായ ഒരുവൻ और ഇരിക്കുകയാണ്. देखो एक प्राचीन बैठा है। ആരാണ് ആ ന്യായാധിപൻ? कौन है ये न्यायाधीश? ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാ के सुसमाचार में 5-ാം അധ്യായത്തിൽ 5वें अध्याय में ആ ന്യായകർത്താവ് യേശു കർത്താവാണെന്ന് വായിക്കുന്നു. वो न्यायाधीश जो है यीशु मसीह हम पढ़ते हैं। യോഹന്നാൻ 5:21 और यूहन्ना 5 का 21 പിതാവാരെയും ന്യായം വിധിക്കാതെ पिता किसी का न्याय करे बिना ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. और न्याय का सारा अधिकार पुत्र को दे दिया है। അപ്പോസ്തലപ്രവൃത്തി 17:31 और प्रेरितों का काम 17 का 31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. उसने जो नियुक्त किया हुआ एक मनुष्य के द्वारा संसार का न्याय करने के लिए एक दिन रखा गया है। 2 തിമോഥെയോസ് 4:12 और दूसरा तीमुथियुस 4 का 12 में ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശു जीवित है और जो मृत्यु में उन सब का न्याय करने के लिए खड़ा किया हुआ न्यायाधीश प्रभु यीशु मसीह। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശു जीवित हो या मृत्यु हो उनका न्याय करने के लिए खड़ा किया हुआ न्यायाधीश प्रभु यीशु मसीह। കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഒരു ദിവസം നിൽക്കേണ്ടി വരും. प्रभु के न्याय के सिंहासन के सामने हम सबको एक दिन खड़ा रहना होगा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ दानिയേल भविष्यवक्ता के 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 12 का 13 जब पढ़े तब
13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 13वें कलम में आते हैं ദൈവം तब ദാനിയേലിന് ചില വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. प्रभु दाऊद को कुछ वायदे देता, दानियल को कुछ वायदे देता है। നീയോ പോയി വിശ്രമിച്ചുകൊള്ളുക, अब तू जाकर विश्राम करता रहे, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, अंत के दिन तक तू चला जा, പോയി വിശ്രമിച്ചുകൊള്ളുക. तू जाकर विश्राम कर, കാലാവസാനത്തിൽ നീ എഴുന്നേറ്റ് വരും, अंत के समय में तू खड़ा होकर आएगा, നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. तेरे नीज भाग को लेने के लिए तू खड़ा हो जाएगा। ജീവിതത്തിന്റെ അവസാനം ദൈവം ദാനിയേലിന് വാഗ്ദാനങ്ങൾ നൽകുകയാണ്. जीवन के अंत के दिनों में तू और दानियल एक साथ मिलेगा। നമ്മുടെ പ്രത്യാശയുമായി അതിനുള്ള ബന്ധം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. हमारे आशा को ये जोड़ते हुए बताता है, ഒന്ന്, നീ ഇപ്പോൾ പോയി വിശ്രമിക്കുകയാണ്. अब तो तू जाकर विश्राम करेगा। ഭക്തന്മാർ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടാൽ वक्त लोग ये संसार छोड़ते हैं तब ദൈവസന്നിധിയിൽ പോയി നാം വിശ്രമിക്കും. प्रभु के सम्मुख जाकर वहां विश्राम करते हैं। ഞാൻ പറഞ്ഞതുപോലെ ഇക്കാര്യങ്ങൾ അല്പം സവിസ്തരമായി ദൈവം പിന്നീട് നാം ചിന്തിക്കുന്നു. और मैं कहा इस समय का जो बात है और ज्यादा विवरण बाद में करेंगे। മരിച്ചവരും മൗനതയിലും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. मृत्यु में जो है मौन जो है कोई प्रभु की स्तुति नहीं करते। സ്വർഗം എന്ന് പറഞ്ഞാൽ ഇട്ടവട്ടത്തിലുള്ള ഒരു ഓഫീസ് മുറിയല്ല. स्वर्ग कहे तो एक छोटा गोल ऑफिस का कमरा नहीं। സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണ്. स्वर्ग उसका सिंहासन, पृथ्वी उसका पैर रखने का जगह है। ദൈവത്തിന്റെ പാദപീഠമായ ഭൂമിയുടെ വിസ്തൃതി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. और परमेश्वर का जो चरण रखने वाला जगह पृथ्वी के बारे में ही जरा सोच ले। 5 ഭൂഖണ്ഡങ്ങളും ദ്വീപ് സമൂഹങ്ങളും ധ്രുവ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. और इसके अंदर उत्तर दक्षिण से लेके सारे टापू और सारे समुद्र मिलते हुए हैं। ഇതിന് സമാനമായ ഒരു സ്ഥലമാണ് സ്വർഗവും. ऐसा ही एक जगह है स्वर्ग भी। സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. स्वर्ग सा सिंहासन, पृथ्वी उसका पैर रखने वाला जगह। എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. मेरे पिता के घर में अनेक निवास स्थान है। നാം മരിച്ചു കഴിയുമ്പോൾ हम जब मर जाए तब നിങ്ങൾ മരിച്ച് तुम मर जाओ, നിങ്ങളുടെ ജീവൻ तुम्हारा जीवन ക്രിസ്തുവിനോടുകൂടെ मसीह के साथ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. प्रभु में छुपा हुआ है। ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് परमेश्वर का सानिध्य रखने ഈ वाला जगह, ആത്മാക്കൾ പറന്നു എന്നിട്ട് ये आत्माएं उड़कर जाकर സ്വസ്ഥമായി താമസിക്കുകയാണ്, चैन के साथ रहते हैं, വിശ്രമിക്കുകയാണ്, विश्राम करते हैं, ആശ്വസിക്കുകയാണ്, आराम करते हैं, നിദ്ര കൊള്ളുകയാണ്. सो रहे हैं। അവിടെ നമുക്ക് പ്രത്യേക ജോലികളൊന്നുമില്ല. वहाँ कोई विशेष काम नहीं। ദാനിയേലിന് ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. दानिയേल पृथ्वी में था तो कई सारे काम അവൻ थे। തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വിളിച്ച് अपने പ്രാർത്ഥിച്ചിട്ടുണ്ട്. लिए दूसरों के लिए मध्यस्थ करता था, प्रार्थना करता था। അതൊക്കെ ഭൂമിയിലായിരുന്നു. वो सब इस संसार में था। എന്നാൽ ദൈവനോട് പറയുകയാണ്, लेकिन परमेश्वर का वचन നീ പോയി कहता है, വിശ്രമിച്ചുകൊള്ളുക, अब तू जाकर നീ विश्राम പോയി कर, വിശ്രമിച്ചുകൊള്ളുക, तू जाकर നീ विश्राम പോയി कर, വിശ്രമിച്ചുകൊള്ളുക. तू जाकर विश्राम എന്നുവരെ कर। വിശ്രമത്തിന്റെ സമയം? क्या है विश्राम का समय? കാലാവസാനം വരെ. समय के अंत तक। അന്നെന്ത് സംഭവിക്കും? उस दिन क्या होगा? पहला दो बात, നീ എഴുന്നേറ്റ് വരും. तू उठ कर आएगा। ഭക്തന്മാർക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. भक्त लोगों को एक पुनर्जीवन है। നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും. धर्मी और अधर्मी दोनों को पुनर्जीवन है। ഭക്തന്മാർക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. ഭക്തന്മാർക്ക് ഒരു भक्तों को एक पुनर्जीवन है അവർ ഒരു ദിവസം എഴുന്നേറ്റ് വരും. और वो उस दिन उठ के आएंगे। മൂന്നാമത് ദൈവനോട് പറഞ്ഞത്, तीसरा प्रभु उनसे कहता നീ है, എഴുന്നേറ്റ് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? उठ कर आने का क्या लक्ष्य है? നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് तेरा വരും. नीज भाग को प्राप्त करने तू उठेगा। നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. तेरे नीज भाग को पाने के लिए तू നാം उठ कर ഭൂമിയിൽ आएगा। ചെയ്തതിനനുസരിച്ച് പ്രതിഫലം വാങ്ങാൻ നാം നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നു पृथ्वी പോകും. में जो कुछ किया उसका प्रतिफल पाने के लिए हम प्रभु के सम्मुख उठ कर आएंगे। കരങ്ങളെ ഉയർത്തി കർത്താവ് നമുക്ക് സ്തോത്രം हाथों को ചെയ്യാം. उठाते हुए परमेश्वर की स्तुति करें। 9ാമത്തെ തെളിവ് 9वां चिन्ह ആമോസിന്റെ മുന്നറിയിപ്പാണ്. आमोस जो पुकार कर कहता है, ആമോസ് 4:12. आमोस 4 का 12। ആമോസ് 4:12. ആ ആ ആ ആമേൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇസ്രായേലേ നീ ഒരുങ്ങിക്കൊള്ളുക. इस्राएल अपने परमेश्वर का सामना करने के लिए तैयार हो जा। നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. और तेरे प्रभु का सामना करने के लिए तू तैयार हो जा। വിശ്വാസ സമൂഹത്തോടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. विश्वासी झुंड से मैं कहता हूँ, ചെറിയ ഹൃദയവേദനയോടെ ഒരു തിരുത്തൽ ചിന്ത ഞാൻ ഇവിടെ പറയുക. छोटे हृदय में दर्द रखते हुए एक सुधारने की बात कहता हूँ। കൺവെൻഷനൊക്കെ നോട്ടീസ് അച്ചടിക്കുമ്പോൾ कन्वेंशन में सब नोटिस लगाते हैं, तब മുകളിൽ ചിലപ്പോൾ ഒരു ചെറിയ കുറിവാക്യം വെക്കാറുണ്ട്. ऊपर छोटा सा एक वचन लिखते हैं। പല വാക്യങ്ങൾ വെക്കാറുണ്ട്. कई सारे वचन लिखते हैं। ചിലര് മുകളിൽ വെക്കാറുള്ള ഒരു വാക്യം ഈ ആമോസ് 4:12 ആയിരിക്കും. और कुछ लोग जो बात लिखते हैं वचन, ये आमोस 4 का 12 लिखते हैं। നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ, तेरे നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ
तेरे परमेश्वर का सामना करने तो तैयार हो जा। എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. सब यहीं पे है ना, ആർക്കും വേദന തോന്നരുത്. दर्द किसी को ना हो। ഞാൻ നമ്മളെ കുറിച്ചാ പറയാൻ പോകുന്നത്. मैं अपने हमारे बात മുകളിൽ എഴുതി വെച്ചേക്കാണ് എന്താ? നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ऊपर लिखा हुआ है कि तेरे परमेश्वर के सामना करने तैयार हो जा। പ്രസംഗകരെ വിളിച്ചു, प्रचारक को बुलाया, പാട്ടുകാരെ വിളിച്ചു, गाने के लिए बुलाया, സ്റ്റേജ് അറേഞ്ച് ചെയ്തു, मंडप तैयार മൈക്ക് किया സാങ്ഷൻ എടുത്തു, और माइक ले लिया, സഭകളിലെല്ലാം നോട്ടീസ് കൊടുത്തു. कलीसिया में नोटिस दे दिया। യോഗം കഴിഞ്ഞിട്ട് അവരവർക്ക് വീടുകളിലേക്ക് പോകാൻ വേണ്ടി ബസ് അറേഞ്ച് ചെയ്തു. सभा के बाद घर लौटने के लिए बस की व्यवस्था कर ली। ഒരു ഗ്രാമപ്രദേശത്ത് മീറ്റിംഗ് നടക്കുന്നതെന്ന് സങ്കല്പിക്കുക. सोच लो कि गांव के जगह में ये सभा हो रही है ആമേൻ. മീറ്റിംഗ് 9 മണി വരെയാണ്. और सभा रात के 9 बजे तक, 9:15 ബസ് പോകത്തുള്ളൂ. 9:15 को ही बस जाएगा। അപ്പൊ പ്രധാന പ്രസംഗകന് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ സമയം കൊടുക്കും. और प्रचारक को 1.5 घंटा प्रचार करने के लिए दे दिया। 7:30 प्रസംഗിക്കാൻ സമയം തന്നത്. 7:30 को प्रचारक को समय दिया गया। 9 മണിക്കാണ് ആശീർവാദം പറയേണ്ടത്. 9 बजे को अंतिम बातें कहनी है। പ്രസംഗകൻ ആ സമയം കിട്ടിയിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. और प्रचारक ने सब मिलकर जोड़कर कैलकुलेट किया ആ പ്രമേയത്തിന്റെ ആമുഖം പറയും, और उन बातों को कहा, പ്രധാനപ്പെട്ട ചിന്തകൾ പറയും. मुख्य बातों को कहा। 8:45 ആവുമ്പോഴത്തേക്ക് പ്രസംഗം ഉപസംഹരിക്കും. 8:45 होते होते प्रचार को समाप्त करेगा। ഇനി 5 മിനിറ്റ് നേരമുണ്ട്. अब 5 मिनट और है, പിന്നെ 10 മിനിറ്റ് വേറെ ഉണ്ട്. और 10 मिनट भी है। അവസാനത്തെ 5 മിനിറ്റിന് വേണ്ടിയുള്ള സമയത്ത് പറയുന്നതാണ് ഓൾട്ടർ കോൾ. और 5 मिनट का जो समय होता है वहीं पे परमेश्वर के लिए चुनौती का पुकार। ആ പ്രസംഗത്തിലൂടെ ജനത്തെ രക്ഷയിലേക്ക് വിളിക്കുകയാണ്, യാഗപീഠത്തിലേക്ക് വിളിക്കുകയാണ്, കുരിശിലേക്ക് വിളിക്കുകയാണ്. और उस प्रचार के बाद उस 5 मिनट में वो मंच की ओर बुला रहे, क्रूस की ओर, प्रभु की ओर पुकार के बुला रहे लोगों को। ആ ഉപസംഹാരം തുടങ്ങുമ്പോൾ और वो पुकार जब होता है, വിശ്വാസികൾക്ക് മനസ്സിലാവും പാസ്റ്റർ പ്രസംഗം നിർത്താൻ പോവാന്ന്. विश्वासियों को पता चल जाएगा पासवान प्रचार खत्म कर रहा है। കാരണം ചിലപ്പോ പാസ്റ്ററും ബൈബിളിന്റെ സിബൊക്കെ ഇങ്ങനെ ഇടും. पासवान भी अपने बाइबल का जिप चढ़ा लेता है। അവിടെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളും ബൈബിളിന്റെ സിബ് ഇടും. वहाँ बैठे हुए विश्वासी भी अपने बाइबल का जिप चढ़ा लेते हैं പ്ലാസ്റ്റിക് കൂടിക്കൊണ്ടെടുക്കും. और एक प्लास्टिक बैग इस सामान लेंगे അതിനകത്തോട്ട് ഈ ബൈബിൾ അങ്ങോട്ട് വെക്കും. और उसके अंदर ये बाइबल को चढ़ा कर रखेंगे അടുത്തൊരു കൂട് വെച്ച് അടയ്ക്കും. और फिर वो बंद कर देंगे। എന്നിട്ട് അവർ ഇരുന്ന കസേര എടുത്ത് വേറെ കസേരയുടെ മണ്ടയിൽ और जो बैठा था उस कुर्सी को लेकर दूसरा खाली कुर्सी के ऊपर എന്നിട്ട് रखेगा। മുമ്പിൽ നിന്ന് ആ ചുമന്ന ഉടുപ്പിട്ട അച്ഛനെ ഒന്ന് വിളിക്കാമോ? और फिर यहाँ से बोलेंगे वो जो भाई उठ रहा है वहाँ बैठ जाओ। ആ സഹോദരിമാരുടെ സഹോദരിയെ പച്ച ചുരിദാറിട്ട് സഹോദരി ഒന്ന് വിളിക്കാമോ? और वो हरी वस्त्र चुनीदार पहनी हुई बहन को बुलाते हैं പറയും, വരാൻ പറയും. और बुलाएंगे इधर आ जाओ। 100 പേര് ഇരിക്കുകയാണ്. 100 लोग बैठे हैं, അവിടെ ഇവിടെ ഇരുന്ന വിശ്വാസികളെല്ലാം എഴുന്നേറ്റു. वहाँ इधर उधर बैठे हुए विश्वासी खड़े हो गए। ഇതൊന്നും അറിയാത്ത കുറെ ആളുകൾ വന്നിരിപ്പുണ്ട്. और ये कुछ जाने बिना एक व्यक्ति आकर बैठा है। ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും പരിപാടി ये തീർന്നു. लोग उठकर गए तब लोग सोचेंगे कि समय खत्म हो गया। ഹലോ, വയ്യോളം വെള്ളം കോരി വൈകിട്ട് കുടം ഇട്ടുടച്ചു. വൈകിട്ട് വരെ നമ്മൾ ജോലി ചെയ്തു, നമ്മളത് കുളമാക്കി. शाम तक अपने ने मेहनत किया, अंत में हम ही ने बात को खराब कर दिया। നമ്മൾ ഈ യോഗം നടത്തിയത് हमने ही सभा चलाया, ഈ അവസാനത്തെ 5 മിനിറ്റിന് വേണ്ടിയിട്ടാണ്. ये अंत के 5 मिनट के लिए ये सभा चलाया। പാട്ടുകാരെ വിളിച്ചു വരുത്തിയത് ഈ അവസാനത്തെ 5 മിനിറ്റ് നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. और गायकों को बुलाया था ताकि ये 5 मिनट जो अंत का उसी के लिए। ആ 5 മിനിറ്റ് കൂടെ അവിടെ ഇരുന്നൊന്നും ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. वो 5 मिनट वहाँ बैठकर खुशी नहीं मनाएंगे। പിന്നെ 15, 10, 25 മിനിറ്റ് വേറെ ഉണ്ട്. और 15 और 10, 25 मिनट और इसके बाद समय ഞാൻ है। ഈ വാക്യത്തിന്റെ അർത്ഥം പറയാൻ പോവുകയാണ്. मैं इस कलम का अर्थ कहने जा रहा हूँ। ഇവിടുന്ന് വിശ്വാസികൾ എഴുന്നേറ്റ് പോയതിന്റെ കാര്യം അറിയാവോ? यहाँ बैठे हुए विश्वासी उठकर जाने का कारण क्या है? ഞങ്ങളൊക്കെ ഒരുങ്ങിയവരാ. और सब तैयार हो क्या? ഞങ്ങളൊക്കെ 82 ഒരുങ്ങിയതാ. हम सब तो 42 में ही तैयार हो गए ഞങ്ങളൊക്കെ थे। 95 സ്നാനപ്പെട്ടതാ. हम तो 90 में ही बपतिस्मा लिए थे। ഞങ്ങളൊക്കെ ഒരുങ്ങിയതാ. हम सब तैयार हैं। കർത്താവ് വരും, അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക. हम तो कितने सालों से तैयार നീ हैं। വേണം അവിടെ ഇരുന്ന് ഒരുങ്ങിക്കോ, ഞങ്ങൾ പോവാ. अरे तेरे को चाहिए तो तू बैठकर तैयार हो जा, हम जा रहे हैं। നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? आप में से कोई क्या ये करता है? അവസാനത്തെ യോഗത്തെ നിങ്ങൾ അലങ്കോലപ്പെടുത്താറുണ്ടോ? अंत के सभा के क्षणों को क्या ആ आप 5 बिगाड़ते മിനിറ്റ് हो? ആ 5 മിനിറ്റ് കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ശുശ്രൂഷയുടെ ഫലം കാണാൻ वो കഴിയും. 5 मिनट भी तुम बैठकर अगर प्रार्थना करोगे तो सेवकाई का फल तुम भी प्राप्त करोगे। എഴുന്നേറ്റ് പോകുന്നവരുടെ മനോഭാവം ഞങ്ങളൊക്കെ ഒരുങ്ങിയവരാണെന്ന്. उठकर जाने के मन भाव से नहीं, तैयारी के साथ रहे। എന്നാൽ ആമോസിന്റെ പ്രവചനം അടുത്തിരിക്കുന്ന അവിശ്വാസിയോടല്ല, വായിക്കുന്ന വിശ്വാസിയായ നിന്നോടുള്ള ദൂതാണ്. लेकिन आमोस का ये भविष्यवाणी निकट बैठा हुआ अविश्वासी के लिए नहीं, तेरे लिए स्वर्ग നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. अपने परमेश्वर का सामना करने तो तैयार हो जा। പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ प्रकाशित 19वें अध्याय ഇസ്രായേൽ മക്കളെ ദൈവം മോശ പുറപ്പെടുവിച്ച ഒരു ചരിത്രമുണ്ട്. 19:11 और 19 के 11 में इसराइलियों को मूसा जो ले आया हुआ बात है। പുറപ്പാട് 19:11. ആ പുറപ്പാട് 19:11. रेवलेशन 19:11
Exodus, sorry. ആ ഹല്ലേലൂയ. ആ അയച്ചേ. ആ അത് തന്നെ 11-ാം വാക്യം. ആ ആ ആ ആ ആ മതി. അപ്പൊ അവിടെ ജനത്തെ ഒരുക്കി നിർത്തിയതായി നമ്മൾ വായിക്കുകയാണ്. वहां पे लोगों को तैयार किए हुए बातों को हम पढ़ते हैं. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. तेरे परमेश्वर का सामना करने तू तैयार हो जा. മോശ ജനത്തെ ഒരുക്കുകയാണ്. मूसा लोगों को वहां तैयार करता है. മത്തായി സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, मत्ताई के सुसमाचार में प्रभु इस समान कहता है, മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരുന്ന കന്യകമാർക്ക് സദൃശ്യമാണ് നമ്മൾ. दुल्हा के लिए तैयार रहने वाली दुल्हन कन्याओं के समान है हम लोग. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. तेरे परमेश्वर का सामना करने के लिए तू तैयार हो जा. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പഴയ നിയമചിന്തകൾ. परमेश्वर के आगमन की बातों को पुराने नियम से सोच रहे हैं. പത്താമത്തെ ചിന്ത ഹഗ്ഗായി പ്രവചനത്തിലാണ്. 10वां सोच जो है हगाई में से है. രണ്ടാമതേയും 6-7 വാക്യങ്ങൾ. दूसरे अध्याय का 6 और 7. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയും കടലിനെയും ഇളക്കും. और मैं किनारे समुद्रों को और नदियों को हिला दूंगा. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. और सारे बातों के लिए तैयारी करूंगा. കര ഇളകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. കര ഇളകുന്നത് किनारे जो हिलते हैं लहरों से हम देखे हैं. ഗുജറാത്തിലെ കച്ചിലൊക്കെ ഉണ്ടായ ഭൂകമ്പം നിങ്ങളൊക്കെ എന്നെക്കാൾ അത് നിങ്ങൾക്കറിയാം. गुजरात में जो धरती का भूकंप हुआ तो आप मुझसे ज्यादा आप लोग जानते हैं. കര ഇളകുകയാണ്. और किनारे हिल जाते കടൽ हैं. ഇളകുന്നത് അധികം ആളുകൾ കണ്ടിട്ടില്ലായിരുന്നു. और किनारे हिलने वाले ज्यादा लोगों ने नहीं देखा होगा. പക്ഷെ സുനാമിയും മറ്റുമൊക്കെ വന്നപ്പോൾ, लेकिन सुनामी और दूसरी लहरें അമേ उठी तब, കത്രീനയും മറ്റും വന്നപ്പോൾ कतरीना और इस समान की आंधी उठी था. ആളുകൾക്ക് മനസ്സിലായി हम पता चला ഈ ഭൂമി ഉറപ്പുള്ളതല്ല. ये पृथ्वी जो है स्थिर नहीं അത് है. കരയാണെങ്കിലും കടലാണെങ്കിലും ഇത് ഉറപ്പുള്ളതല്ല. और वो किनारा हो या रेत हो कोई दृढ़ नहीं. എന്നാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി അവന് സേവ ചെയ്യുക. लेकिन हम डिगमगाए ना ऐसे राज को प्राप्त करने की सेवा करते കരയും हैं. കടലും ഇളകും. और समुद्र स्थल हिल എന്നാൽ जाएंगी. സകല ജാതികളുടെയും പ്രത്യാശയായ മനോഹര വസ്തുവായ നമ്മുടെ കർത്താവ് മടങ്ങി. लेकिन सारी बात लोगों के लिए चौंका दे ऐसा खूबसूरत जो निर्माण हमारा प्रभु कर रहा है. ഞാൻ കേട്ടിട്ടുള്ള ഒരു ദൃഷ്ടാന്തം ഇവിടെ ഉദാഹരിക്കാം. मैंने सुना हुआ एक दृष्टांत आपसे कहूं. മണിമലയാറിന്റെ തീരത്ത് മറിഞ്ഞു വീഴാറായ ഒരു പഴയ ദ്രവിച്ച മരം നിൽക്കുകയാണ്. एक पुराना जो एक पेड़ जो है वो वहां खड़ा है. ഈ ഉണങ്ങി ദ്രവിച്ച മരത്തിന്റെ കൊമ്പിൽ ഒരു കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട്. और इसी सूखे हुए पेड़ के ऊपर देखो एक पक्षी ने चिड़िया ने अपना घर बनाया है. ഈ മരത്തിന്റെ കൊമ്പോ അല്ലെ മരമോ മറിഞ്ഞു വീണാൽ ആ കൂട് ഉൾപ്പെടെ തകർന്നു പോകും. ये पेड़ या उसका डाल अगर गिर जाए तो उसके साथ ये घोंसला भी गिर जाएगा. പെട്ടെന്ന് അന്തരീക്ഷം മേഘം കൊണ്ട് മൂടി. जल से वातावरण बिगड़ गया. काले बादल आ गए ഇടിയുടെ മുഴക്കങ്ങൾ കേൾക്കുക. और गरजने वाली जो बादलों की आवाज सुनी. മഴ പെയ്യുകയാണ്. ये बारिश गिर रहा है. ദൂരെ മലവെള്ളപ്പാച്ചിലിന്റെ ഇരച്ചിൽ കേൾക്കുകയാണ്. और बाहर दूर से लहरों की आवाज भी उठती है. ഒരു കലാകാരന് കുരുവിയോട് ചോദിച്ചു, और एक कलाकार ने इस पक्षी से पूछा, മഴയുടെ മുഴക്കം നീ കേൾക്കുന്നില്ലേ? बारिश के गूंजने की आवाज नहीं सुन रही? മലവെള്ളപ്പാച്ചിലിന്റെ ഇരച്ചിൽ നീ കേൾക്കുന്നില്ലേ? और गरजने वाले आवाजों को क्या नहीं सुनते? നീ ഇരിക്കുന്ന മരത്തിന്റെ ദ്രവിച്ച അവസ്ഥ നിനക്കറിയാമോ? तू जिस पेड़ में बैठी है उसका सूखा हुआ अवस्था जानती है ना? എന്നിട്ട് നീ എന്താ സ്വച്ഛന്തമായി പാട്ട് പാടുന്നത്? फिर भी तू क्यों इतने चैन के साथ गीत गा रही है? ആ കുരുവിയുടെ വിവരണം കേക്ക്. और उस पक्षी का उत्तर सुने. നിങ്ങൾ കാണുന്നത് ഞാൻ ഇരിക്കുന്ന മരത്തിന്റെ ദ്രവിച്ച അവസ്ഥയാണ്. तुम देख रहे हो जिस पेड़ में बैठे हो उसके सूखे अवस्था को. നിങ്ങൾ കേൾക്കുന്നത് മലവെള്ളപ്പാച്ചിലിന്റെ ഇരച്ചിലോ മഴയുടെ മുഴക്കമോ और ആണ്. तुम सुन रहे हो पर्वत से गिरने वाली बारिश या गरजने वाले बादल की आवाज है. എന്നാൽ എന്റെ പുറത്തോട്ട് നോക്കിക്കേ. लेकिन मेरे पीछे ऊपर देखे, സർവേശ്വരൻ എനിക്ക് തന്ന 2 ചിറകുണ്ട്. सर्वशक्तिमान ने मुझे 2 पंख दिए हैं. മഴ പെയ്യട്ടെ, മരം വീഴട്ടെ, ഞാൻ വിഹായുസിലേക്ക് പറന്നു വരും. बारिश गिर जाए पर पेड़ गिर जाए, मैं उड़कर आकाश की ओर चली जाऊंगी. മരണം നമ്മെ എങ്ങനെയും പിടിപെടട്ടെ, എപ്പോഴോ പിടിപെടട്ടെ. मृत्यु में कैसे भी पकड़े, कैसे भी सामना करे, പക്ഷെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. पुरानी आशा में कोई भी बदलाव ആയുസ് नहीं. വേഗം തീരും, നമ്മൾ പറന്നു പോകും. समय खत्म होगा, हम उड़कर चले जाएंगे. നമ്മൾ പറന്നു പോകും. हम उड़कर चले जाएंगे. നമ്മൾ പറന്നു പോകും. हम उड़कर चले जाएंगे. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം. और 1000 साल के बाद, ഏറെയായാൽ 80 സംവത്സരം. 90 साल हो जाए. 200 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാരും ഇന്ന് ഭൂമിയിലില്ല. 200 साल पहले जिए हुए आज तो इस पृथ्वी में कोई नहीं. 50 വർഷം കഴിഞ്ഞാൽ നമ്മൾ പലരും ഭൂമിയിൽ കാണത്തില്ല. 50 साल के बाद हम भी संसार में ना കുറച്ചു होंगे. കാലമേ നമ്മൾ ഇവിടെ ഉണ്ടാവുള്ളൂ. कुछ ही समय हम इस संसार में हैं. കേരളത്തിൽ നിങ്ങൾ എവിടേക്ക് വരികയെന്നിരിക്കട്ടെ,
കേരളത്തിൽ നിങ്ങൾ ട്രെയിനിൽ വരികയാണെന്ന് केरला से ट्रेन पकड़कर तुम यहाँ आ रहे हो, सोच ले। തിരുവല്ലയിൽ നിന്നോ കോഴിക്കോട് നിന്നോ നിങ്ങൾ ട്രെയിനിൽ കയറി तिरुवल्ला या कोझिकोड से किसी ने एक ट्रेन में चढ़ നിങ്ങളുടെ गया, റിസർവ് ചെയ്ത സീറ്റിൽ നിങ്ങൾ ഇരിക്കുകയാണ്. तुम्हें जो रखा गया वो सीट में तुम बैठते हो। പക്ഷെ നിങ്ങൾ വഡോദരയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആനന്ദിൽ വരുമ്പോൾ അല്ലെങ്കിൽ അഹമ്മദാബാദിൽ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങി കൊടുത്തേ മതിയാവുള്ളൂ. वडोदरा या आनंद या अहमदाबाद पहुंचोगे तो तुम्हें वो सीट छोड़कर ट्रेन उतरना ही होगा। ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാണ്. और ट्रेन जो है और दूसरी जगह की ओर जाएगी, ഇതിനപ്പുറത്തേക്ക് പോകുന്നതാണ്. यहाँ से दूसरी जगह जाएगी। നിങ്ങൾ ഇന്നലെയാണ് കയറിയത്, तुम कल चढ़े होंगे, നിങ്ങൾ നാളെ ഇറങ്ങേണ്ടവരാണ്. आज या कल तुम्हें उतरना है। നമ്മൾ ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. हम इस पृथ्वी में कुछ समय के നമ്മൾ लिए, ഭൂമിയിൽ കുറച്ചു കാലമേ ഉള്ളൂ. हम इस पृथ्वी में कुछ समय के നാം ഇവിടെ लिए, നിത്യമായി വാടില്ല. कभी नित्यता के लिए नहीं है। ഞാനില്ലാത്തൊരു ലോകം നാളെ നിലവിലുണ്ടാവും. हम नहीं हो ऐसे एक संसार को हम छोड़ेंगे, പക്ഷെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. लेकिन आशा में कोई भंग नहीं। എപ്പോഴോ മരിക്കട്ടെ, എപ്പോഴോ മരിക്കട്ടെ, कभी भी मर जाओ, എങ്ങനെയോ മരിക്കട്ടെ, कैसे भी मर जाए, അപകടത്തിൽ മരിക്കട്ടെ, दुर्घटना में मरे, അവൻ രോഗം ബാധിച്ചു മരിക്കട്ടെ, बीमारी में मर जाए, സ്വാഭാവിക മരണം മരിക്കട്ടെ, स्वाभाविक रूप से मृत्यु हो, ദീർഘായുസ്സിന്റെ മരണം മരിക്കട്ടെ. लंबे आयु के बाद मरे, പക്ഷേ മരണത്തോടുകൂടെ നമ്മൾ പ്രത്യാശ കെട്ടു പോകുന്നില്ല. लेकिन मृत्यु के साथ हमारी आशा नहीं बढ़ती। നമ്മൾ പറന്നു പോവുകയും हम ചെയ്യും. उड़कर जाएंगे, നമ്മൾ പറന്നു പോവുകയും हम ചെയ്യും. उड़कर जाएंगे। യുദ്ധത്തിന് പോകുന്ന കപ്പലുകൾക്ക് മുകളിൽ ഒരു യുദ്ധക്കപ്പലുകളുടെ മുകളിൽ ഒരു പ്രതലമുണ്ട്. और युद्ध में जाने वाले जहाजों के ऊपर लिखा हुआ बात है, അവിടെ ധാരാളം ചെറിയ ചെറിയ പോർവിമാനങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പോർവിമാനങ്ങൾ, छोटे छोटे जो विमानों के लिए वहां पे जगह बनाई गई है। യുദ്ധവേളയിലെല്ലാം വിമാനങ്ങളുടെ മെഷീനുകൾ സ്റ്റാർട്ട് ആയിരിക്കും, വിമാനങ്ങൾ ഓൺ ആയിരിക്കും. और युद्ध के समय में ये मशीन जो है विमानों के चालू ही रहते हैं। പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ്. पायलट नहीं होते इन विमानों में, ഇത് പറന്നു പോകുന്നതാണ്. ये उड़कर जाएंगे। പക്ഷെ പറന്നു പോകാത്തതിന്റെ കാരണം लेकिन उड़कर क्यों नहीं ഈ जाते? വിമാനത്തിൽ റാ പോലെ ഒരു കമ്പിയും और विमान के साथ बांधा हुआ एक तार, കപ്പലിൽ റാ പോലെ ഒരു കമ്പിയും, और जहाज से बांधा हुआ एक तार, ഈ രണ്ട് റാ കമ്പിയിൽ തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറന്നു പോകാൻ പറ്റുന്നത്. दोनों तारों से इसे जोड़ रखा है, इसलिए विमान नहीं उड़ता। എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ लेकिन एक विशेष समय में അതിന്റെ ക്യാപ്റ്റൻ उसका कैप्टन ഒരു സിഗ്നൽ കൊടുക്കുകയും एक सिग्नल देगा, ഒരു ബട്ടണിൽ അമർത്തുകയും ചെയ്യും. बटन भी दबाएगा। ആ സമയത്ത് उस समय में റാ പോലെ ഇരുന്ന കമ്പികൾ और ये विमान के साथ रहा हुआ तार നേരെ നിവരുകയായി, सीधा खुल जाएगा ബന്ധം വിച്ഛേദിക്കുകയായി, और रिश्ता टूट അതിന്റെ जाएगा। ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു പോകുകയായി. जिस लक्ष्य स्थान में वहां पे ये विमान उड़ മനുഷ്യന്റെ जाएगा। ആയുസ്സ് 70 സംവത്സരമാണ്. मनुष्य का आयु 70 साल है, ഏറെയായാൽ 80 ആണ്. ज्यादा 80 साल। അവന്റെ പ്രതാപം കഷ്ടവും ദുഃഖവുമാണ്. उसके बाद उसकी महिमा घट എന്നാൽ जाएगी, दुख ദുഃഖമില്ലാത്ത होगी। കഷ്ടമില്ലാത്തൊരു നാട്ടിലേക്ക് നാം പറന്നു പോകും. लेकिन कष्टता ना हो ऐसे एक वतन की ओर हम उड़कर जाएंगे। അതാണ് ഭക്തന്മാരുടെ പ്രത്യാശ. वही तो एक भक्त की आशा है। ഈ പ്രത്യാശയുള്ളവരെല്ലാം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. ये आशा जिनमें है वो सब अपने आप को शुद्ध करते रहे। കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചിന്തകൾ, परमेश्वर के आगमन के पुराने नियम के चिन्ह। 11ാമത്തെ ചിന്ത സഖരിയാവിലെ പ്രവചനങ്ങളാണ്. और 11वां जो सोच है वो जकरिया के किताब से, സഖരിയ 12:10. 12 का 10, 11 का 10, സഖരിയ 12:10. 12 का 10। ആ ആ ആ 13:6. 13 का 6 भी पढ़े। നമ്മുടെ കർത്താവ് മടങ്ങി വരും. हमारा प्रभु यीशु मसीह आएगा, 2 പ്രാവശ്യം യേശു മടങ്ങി വരും. 2 बार लौट कर आएगा। യേശു 2 പ്രാവശ്യം സ്വർഗ്ഗത്തിലേക്ക് പോയി. यीशु 2 बार स्वर्ग गया। ഒന്നുകൂടെ പറയാം, एक और बार कहूं, യേശു 2 പ്രാവശ്യം സ്വർഗ്ഗത്തിലേക്ക് പോയി. यीशु 2 बार स्वर्ग गया। ഒന്ന് രഹസ്യ സ്വർഗ്ഗാരോഹണം, മറ്റൊന്ന് പരസ്യ സ്വർഗ്ഗാരോഹണം. पहला तो गुप्त रूप से संतों के साथ गया हुआ, और दूसरा जो सामाजिक रूप से गया। ഉയർപ്പിന്റെ ദിവസം രാവിലെ പാതാള പ്രദേശത്തിൽ പാർത്തിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരുമായി അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി. जी उठने वाले दिन के सवेरे को अपने जो संत जो कब्र में थे उनको लेते हुए वो स्वर्ग चला गया। അതാണ് മറിയോട് പറഞ്ഞു, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. और लोगों से कहा कि अब तक मैं पिता के पास नहीं गया, എങ്കിലും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു. लेकिन मेरा परमेश्वर जो तुम्हारा परमेश्वर है उनकी ओर मैं जाऊंगा। അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരുമായി അവൻ സ്വർഗ്ഗത്തിലേക്ക് ഒരു ऐसे പ്രാവശ്യം പോയി. पुराने नियम के संतों के साथ वो स्वर्ग की ओर पहले गया। ഭൂമിയിൽ മടങ്ങി വന്ന് 40 നാളോളം അവരോട് കൂടെ फिर നടന്നു. पृथ्वी में आया, 40 दिन तक वो लोगों के साथ रहा। 40ാം ദിവസം അവരെ അനുഗ്രഹിച്ചിട്ട് സകലരും
കാണുക സ്വർഗത്തിലേക്ക് 40 दिन के बाद उसे सबको निगृहित कर कर सब देखे, ऐसे वो स्वर्ग उठाया गया പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. और जैसे गया वैसे ही वापस भी आएगा. ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് പതനങ്ങൾ അഥവാ രണ്ട് ഭാഗങ്ങളുണ്ട്. और मसीह के लौट आने में 2 भाग हैं. ഒന്ന് വിശുദ്ധന്മാർക്കായി അവൻ മടങ്ങി വരിക, पहला तो पवित्र संत गणों के लिए लौट आएगा, മറ്റൊന്ന് യഹൂദന്മാർക്കായി മടങ്ങി വരിക. दूसरा यहूदियों के लिए लौट आएगा. ഇന്ന് യഹൂദന്റെ ഹൃദയത്തിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുകയാണ്. और आज तो यहूदियों के हृदय में कठोरता बढ़ गया है. ഒറ്റപ്പെട്ട ചിലർ അവിടെ ഇവിടെ യഹൂദന്മാരിൽ രക്ഷിക്കപ്പെടുന്നുണ്ടാവാം. तितर बितर इधर उधर एकाध यहूदी उद्धार पाते പക്ഷേ ഒരു हैं, ജനത എന്ന നിലയിൽ അവർ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. लेकिन लोगों ने वहां अभी तक यीशु को स्वीकारा नहीं है. യഥാർത്ഥ മശീഹ ഇതുവരെയും വന്നിട്ടില്ലെന്നാണ് ഇന്നും യഹൂദൻ आज ധരിക്കുന്നത്. भी यहूदी यही सोचता है कि सचमुच का मसीह अभी तक नहीं आया. ഈ കരട് പോലെയുള്ള കൊച്ചി രാഷ്ട്രം ഇസ്രായേൽ ഇന്ന് ലോകത്തിന് ഒരു പേടി സ്വപ്നമാണ്. ये छोटा सा जो इस्राएल जो देश है आज लोगों में प्रसिद्ध है. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, लेकिन वचन के आधार में रहते हुए मैं कहूं, ഈ യഹൂദന്റെ ശക്തി ക്ഷയിക്കുന്ന ഒരു കാലം വിദൂരമല്ല. ये यहूदियों की शक्ति कम हो जाए ऐसा एक समय निकट है. ഇന്ന് അമേരിക്ക ഒരു വലിയ രാഷ്ട്രമായി നിലനിൽക്കുകയാണ്. आज अमेरिका एक बड़ा राष्ट्र रूप से खड़ा है. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അമേരിക്കയുടെ ശക്തിയും ക്ഷയിക്കുന്ന ഒരു കാലമുണ്ട്. बाइबल के आधार में कहूं, अमेरिका का भी शक्ति कम होगा, ऐसा एक दिन होगा. ഇസ്രായേലിനെ ചുമക്കുന്നവർക്കൊക്കെ ഈ മുറിവേൽക്കുന്ന ഒരു ദിവസം വരും. इस्राएल को जो जो सहारा देते उन सबको घाव देने वाला एक समय आएगा. ആമേൻ. ഇന്ന് ഇറാനോടും ഇറാഖിനോടും അവരോടും ഇവരോടും ഒക്കെ ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ്. आज ईरान इराक सबके साथ इस्राएल युद्ध तो करता है, എന്നാൽ യഹൂദന്റെ ശക്തി മുഴുവൻ ക്ഷയിക്കും. लेकिन यहूदियों का शक्ति भी श्रमित होगा. അവരുടെ ആയുധശേഷി മുഴുവൻ നഷ്ടപ്പെടും. उनका समय भी समाप्त होगा. അവരുടെ ധാന്യ ശേഖരം നഷ്ടപ്പെടും. उनका धन और संपत्ति कम അവരുടെ होगा അനുയായി ഞങ്ങൾ തകർക്കപ്പെടും. और वो नाश हो जाएंगे. പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ വരും. खड़े ना रह पाए ऐसा समय आएगा. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ചില വേളകളിൽ ऐसे लोगों के बीच में അവർ പരസ്പരം കുത്തിച്ചത്തിട്ടുണ്ട്. एक दूसरों को मार कर मरे हैं. എന്നാൽ ഇനി അവർ അങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ लेकिन अब ऐसा समय उनके जीवन में वापस आएगा അങ്ങോട്ടും तब ഇങ്ങോട്ടും കുത്തിച്ചാവുകയല്ല അവർ ചെയ്യുന്നത്. एक दूसरों को मार कर नहीं मरेंगे. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. उन्होंने जिसको मारा उसी की ओर देखेंगे. ആരെയാണ് അവർ കുത്തിയിട്ടുള്ളത്? किनको उन्होंने मारा? വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, प्रकाशित किताब में इस समान पढ़ते हैं. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരൊക്കെയും അവനെ കാണും. और जिन लोगों ने उसे मारा वो सारी आंखें उसे देखेगी. യേശുവിന്റെ മരണം ത്വരിതപ്പെടുത്താൻ ഉറപ്പുവരുത്താൻ ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറത്തേക്ക് കാഞ്ഞുകുത്തി. यीशु को जब क्रूसित किया गया था एक सैनी ने उसको बांध लेकर मारा था. അത് കുത്തിയത് ഒരു റോമൻ പടയാളിയാണെങ്കിലും और उसको मारा एक रोमी सैनिक ने, അത് കുത്തിപ്പിച്ചത് യഹൂദ ജാതിയാണ്. लेकिन उसको मारवाने वाला तो एक यहूदी था. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് വരും. और जिन्होंने उन्हें मारा उन्हीं की ओर देखेंगे. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. और जिनको मारा था उसी की ओर ये लोग देखेंगे. യേശുവിന്റെ ദൈവം മേഘാരൂഢനായി ഇസ്രായേലിന്റെ സഹായത്തിനായിട്ട് ഇറങ്ങി വരും. यीशु जो है मेघ में विराजमान होते हुए इस्राएल की सहायता के लिए वो आएगा. അന്ന് അവന്റെ കയ്യിലും കാലിലും മുറിവുകൾ. और उसके हाथों और पैरों के जख्म को दिखाएगा. ആ മുറിപ്പാട് ആണ് ഒരിക്കൽ തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. और वही तो दृढ़ता जो है थॉमस को एक बार विश्वास में दृढ़ करता है. കയ്യിലെ ആണിപ്പഴുത് കണ്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുകയില്ലെന്നല്ലേ എന്ന് തോമസ് उसने तो പറഞ്ഞു. यही तो कहा था कि तेरे हाथों के छेद को छूना तब तक मैं विश्वास न करूंगा. The nail print is still remaining. ആ ആണിപ്പഴുത് ഇന്നും वो അവശേഷിക്കുകയാണ്. छेद का निशान आज भी है. അന്ന് തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച और उन दिनों में थॉमस को जिसने विश्वास में दृढ़ किया, അവിശ്വാസിയായ തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച और शंका करने वाले थॉमस को जो विश्वास में दृढ़ किया, ശിഷ്യന്മാരെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. चेलों को जो डर कर द्वार बंद किए उनके बीच में आके जिन्होंने विश्वास में दृढ़ किया, ആ മുറിപ്പാടുകളായിരുന്നു. वो ही छेद के निशान थे. ആ മുറിപ്പാടുകളോടുകൂടിയാണ് കർത്താവ് वो മടങ്ങിയത്. जख्म के निशान के साथ ही प्रभु वापस आएंगे. നിന്റെ കയ്യിൽ കാണുന്ന മുറിവ് എന്തെന്ന് ചോദിക്കുമ്പോൾ तेरे हाथ और पैर के जख्म कहाँ हैं पूछेंगे तब. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. मेरे प्रिय लोगों के घरों में जिन्होंने मुझे मारा था, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. और स्वयं के पास आए थे, स्वयं के लोगों ने स्वीकारा नहीं. അവർ അവനെ തള്ളിക്കളഞ്ഞു. उन्होंने उसे ठुकरा दिया. എന്നാൽ ഒരു ദേശം ഒന്നായി ജനിക്കും, लेकिन एक दिन आएगा जो आदर करेंगे. ഒരു ജാതി ഒന്നായി പിറക്കും, ഒരു ജാതി ഒന്നായി एक പിറക്കും. जाति अलग बनेगा. സിയോനോ നോവ് കിട്ടും മുമ്പേ മക്കളെ പ്രസവിക്കുക. और सियोन में दर्द हो उससे पहले बच्चों को उत्पन्न होगा. വിടുവിക്കുന്നവൻ സിയോൻ ഇറങ്ങി വരും. और छुड़ाने वाला सियोन से उतर आएगा. അവൻ യാക്കോബിൽ അഭക്തിയെ മാറ്റും. और याकूब के साथ प्रकट हो
अभक्तियों को करेगा, അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. इसराइल के सब लोग उसमें उद्धार पाएंगे. ആ പ്രവചനം നിവർത്തിയാകാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. वो भविष्यवाणी को पूर्ण करने प्रभु हमारा उतर आएगा. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവചനം और पुराने नियम का अंतिम जो भविष्यवाणी, മലാഖി പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യം, मलाकी 4 का 3 और 4 है. അതാണ് പഴയ നിയമത്തിലെ 12-ാമത്തെ പ്രവചനം. और यही है 12वां जो भविष्यवाणी. ആ ആ ദൈവത്തിന് സ്തോത്രം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. और भट्टी के समान जले ऐसा एक दिन आएगा. ഇതേക്കുറിച്ച് പത്രോസ് പറയുന്നത് इसी के बारे में पतरस कहता है, ഭൂമിയും അതിലുള്ള മൂലപദാർത്ഥങ്ങളും കത്തിയൊഴിയുമെന്ന്. पृथ्वी और उसके सारे पदार्थ जलकर भस्म होंगे. ഭൂമി കത്തുമെന്നുള്ള പ്രതിഭാസം വേദപുസ്തകത്തിലാണ് और രേഖപ്പെടുത്തിയിരിക്കുന്നത്. पृथ्वी जो भस्म होने वाली वचन में लिखे गए हैं. പെട്രോളോ മണ്ണെണ്ണോ ഒന്നുമില്ലാതെ ഈ ഭൂമി മുഴുവൻ നിന്ന് കത്തും. पेट्रोल या ऐसी कोई भी जगह साधन के बिना ही पृथ्वी जलेगा. ഈ ഭൂമി മുഴുവൻ നിന്ന് കത്തും. ये पृथ्वी पूरा खड़ा खड़ा जलेगा. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളിടത്തോളം ഭൂമി കത്തുന്ന ഒരു പ്രതിഭാസമാണ്. वातावरण में जब तक ऑक्सीजन रहेगा तब तक पृथ्वी जल सकता है. പലവിധങ്ങളായ മാരകങ്ങളായ ബോംബുകളും ഉണ്ട്. कई अलग अलग प्रकार के बॉम्ब हैं. ആറ്റം ബോംബ് മുതൽ ന്യൂക്ലിയർ ബോംബ് വരെ. एटम बॉम्ब से लेकर न्यूक्लियर बॉम्ब तक हैं. ആമേ ഭൂമിയെ 100 കണക്കിന് പ്രാവശ്യം ഭസ്മീകരിക്കാനുള്ള അണ്വായുധങ്ങൾ ലോകരാജ്യങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട്. पृथ्वी को 100 बार जलाकर भस्म करे ऐसे अलग अलग राज्यों में बना रखे हैं. ആമേ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ और युद्ध जब होता है, റഷ്യ ആയാലും ഇറാഖ് ആയാലും ഇസ്രായേലും ഒക്കെ ഞങ്ങൾ അണ്വായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. और रशिया हो या इसराइल हो, जो भी हो, ईरान हो, न्यूक्लियर बॉम्ब लगाएगा ऐसे ही डराता है. അപ്പോൾ എതിർചേരികൾ കെട്ടടങ്ങും, നിഷ്പ്രഭമാവും. आप तब ये बातों को सोचे, കാരണം ആ അണ്വായുധങ്ങളുടെ വിസ്ഫോടനം എന്നുള്ളത് അത്യന്തം മാരകമാണ്. क्योंकि न्यूक्लियर जो बॉम्ब फूटेगा तो बहुत ही भयानक होता है. എന്തുകൊണ്ട് അത് പൊട്ടുന്നില്ല? क्यों ये टूटता नहीं? ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. प्रभु ने एक समय रखा है. ദൈവം അതിനെല്ലാം ഒരു സമയം प्रभु വെച്ചിട്ടുണ്ട്. ने सबके लिए एक समय रखा है. നേരത്തെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. पहले से ही सारी बातों को तैयार कर ഭൂമിയും रखा അതിലുള്ള है. മൂലപദാർത്ഥങ്ങളും കത്തിയൊഴിയും. पृथ्वी और उसके सारे पदार्थ जलेंगे. പക്ഷേ ചൂള പോലെ കത്തുന്ന ദിവസം വരും. और जलने वाली भट्टी के समान जलने वाला दिन आएगा. ഭക്തന്മാർക്ക് എന്ത് സംഭവിക്കും? भक्त को क्या होगा तब? നിങ്ങൾ പുറപ്പെട്ട് तुम निकलकर പശുത്തൊഴുത്തിൽ നിന്ന് പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടിയാൽ നിൽക്കും. और तुम जो है पाले हुए बछड़ों के समान कूद कर फांदेंगे. ഒരേ സമയം വ്യത്യസ്തമായ 2 അനുഭവങ്ങൾ നടക്കാൻ പോകുന്നു. एक ही समय में 2 अलग अलग अनुभव होने वाला है. ഒരു ഭാഗത്ത് ആളുകൾ വെണ്ണീറാവുന്നു, और एक जगह जलकर भस्म हो रहा है. മറുഭാഗത്ത് ആളുകൾ തുള്ളിച്ചാടി ആനന്ദിക്കുന്നു. दूसरे जगह में लोग जो है उछलकर कूद रहे हैं. ഇതിന്റെ ഒരു നിഴൽ പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. इसका एक परछाई पुराने नियम में प्रभु कहता है. സംഖ്യാപുസ്തകം 33-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ, गिनती के 33 के चौथा कलम, 33:4, नंबर्स 33:4. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പുറപ്പെട്ടു പോയപ്പോൾ इस्राएल लोग जब मिस्र से निकल कर आते हैं तब മിസ്രൈമ്യർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. मिस्री लोग क्या कर रहे थे पढ़ते हैं. അവർ തങ്ങളുടെ ശവങ്ങളെ കുഴിച്ചിടുകയായിരുന്നു. वो अपने शवों को जो है मिट्टी में गाड़ रहे थे. കുണ്ടറയിൽ കിടന്നവന്റെ മുതൽ സിംഹാസനത്തിൽ ഇരുന്നവന്റെ വരെ ആദ്യജാതന്മാരൊക്കെ और സംഹരിക്കപ്പെട്ടു. साथ बैठे हुए सिंहासन में जो बैठे उनका पहला बेटा जब मर रहा था, കടിഞ്ഞൂൽ സംഹാരമുണ്ടായപ്പോൾ वहां पे जब इस समान का एक नरसिंहा, മിസ്രൈമ്യരോ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടുകയായിരുന്നു. मिस्री लोग जो है अपने मरे हुए को जब गाड़ रहे थे, അവർക്ക് നിലവിളിയായിരുന്നു. वहां पे पुकार रहे हैं. എന്നാൽ ഇസ്രായേലിന്റെ കൂടാരങ്ങൾ എന്ത് സംഭവിച്ചു? लेकिन इसराइलियों के घरों में क्या हो रहा था? അവരുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. उनके हाथ की गुलामी के टोकरी हट गए. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. फरो और उसके राज्य के गुलाम അവർ नहीं, കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചവരാണ്. मेमने के लहू के द्वारा वो छुटकारा पाए हैं. അവർ സന്തോഷത്തോടുകൂടെ പുറപ്പെട്ടു പോയി. खुशी के साथ वो निकल आए हैं. ഇത് ഒന്നും കൂടെ ലോകത്തിൽ ആവർത്തിക്കപ്പെടും. एक और बार ये संसार में होगा घटना. ഒരു ഭാഗത്ത് നിലവിളിയും ശവങ്ങളെ കുഴിച്ചിടലും, एक जगह में देखो शवों को गाड़ा जाएगा, എന്നാൽ മറുഭാഗത്ത് ജനം സന്തോഷത്തോടുകൂടെ പുറപ്പെട്ടു लेकिन പോകാൻ. दूसरे एक भाग में लोग खुशी के साथ निकल आएंगे. അത് യേശുവിന്റെ മടങ്ങിവരവിലാണ് ഇനി സംഭവിക്കാൻ वो പോകുന്നത്. यीशु के आगमन में ही होने वाला है. യേശുവിന്റെ മടങ്ങിവരവ് ഒരു സാർവത്രിക സംഭവമാണ്. यीशु का आगमन जो है सामाजिक रूप से होगा. ഏതെങ്കിലും ഒരു പ്രത്യേക ദേശക്കാർക്ക് വേണ്ടി മാത്രമല്ല യേശു മടങ്ങി വരുന്നത്. केवल किसी एक देश के लिए वो वापस नहीं आ रहा. ഇന്ത്യക്കാർക്ക് വേണ്ടി ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് വരുന്നത്. इंडिया या ऑस्ट्रेलिया के लोगों के लिए केवल नहीं, ഭൂലോകത്തിന് മീതെയാണ് കർത്താവ് വരാൻ പോകുന്നത്. पृथ्वी के सभी लोगों के लिए आ रहा है. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ, എന്റെ വീണ്ടെടുപ്പുകാരൻ ഭൂമിയുടെ മേലാണ് വരാൻ अय्यूब പോകുന്നത്. की किताब में पढ़ा ना, हमारा उद्धारकर्ता पृथ्वी में प्रकट होगा.
ഭൂഗോളം എന്ന് പറയുന്ന ഒരു ഗോളമാണ്. और पृथ्वी कहे तो एक गोल है, ഈ ഭൂഗോളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയക്രമീകരണമാണ്. और ये गोल जो पृथ्वी है उसके अलग अलग जगह में अलग अलग समय है. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത്. सूर्य के चारों ओर पृथ्वी गोल घूमता है, इसलिए तो सुबह दिन और रात को रात होता है. ഈ ശാസ്ത്രീയ സത്യം ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് കോപ്പർനിക്കസോ ബ്രൂണോയോ ഗലീലിയോ ഒന്നുമല്ല. ये कोई शास्त्री वाले ज्ञानी गलीलो या इस वैज्ञानिक ने नहीं कहा, യേശു കർത്താവാണ് ഇക്കാര്യം ആദ്യമായി വിളിച്ചു यीशु പറഞ്ഞത്. मसीह ने ही पहले ये बात को कहा. ലൂക്കോസ് 17:32 മുതലുള്ള വാക്യങ്ങളിൽ लूका किताब 17वें अध्याय के 32वें कलम में, അന്ന് രണ്ടുപേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും. तब दो लोग बिस्तर में एक साथ होंगे, ലോകത്തിലെ ഒരിടത്ത് അപ്പോൾ രാത്രിയായിരിക്കും. और जहां अभी सोते हैं वहां रात होगा. നമ്മൾ പകലാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. हम सुबह यहाँ सभा चलाते हैं, ഇതൊരു ശനിയാഴ്ച പകലാണ്. ये सही से चलने वाले शनिवार है, എന്നാൽ അമേരിക്കക്കാരന് ഇപ്പൊ വെള്ളിയാഴ്ച രാത്രിയാണ്. लेकिन अमेरिका के लिए तो शुक्रवार का रात है. ഹലോ, നമ്മൾ സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ചാപ്പാട് കഴിഞ്ഞിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴാണ് മറ്റവൻ യോഗത്തിന് തുടങ്ങുന്നത്. हम तो वहाँ यहाँ शाम को जाकर खाकर सोएंगे तब वहाँ पे दिन होगा. അപ്പൊ അവര് 10.5 മണിക്കൂർ നമ്മളെക്കാൾ പുറകിലാണ്. 10.5 घंटा वो हमसे पीछे है. ന്യൂസിലൻഡ് 7.5 മണിക്കൂർ മുമ്പിലാണ്. न्यूजीलैंड हमसे 7.5 घंटे आगे ഹലോ, है. ലോകത്തിലെ ഒരേ സമയത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പല സമയക്രമീകരണമാണ്. और इसलिए तो एक ही समय में संसार पृथ्वी में अलग अलग जगह अलग अलग समय അതാണ് है. യേശു പറഞ്ഞത്. वही तो यीशु ने कहा, രണ്ടുപേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും. दो लोग एक साथ बिस्तर में होंगे, ലോകത്തിലെ ഒരു രാജ്യത്തപ്പോൾ രാത്രിയായിരിക്കും. एक जगह पे रात होगा, രക്ഷിക്കപ്പെട്ടവൻ എടുക്കപ്പെടും, മറ്റവൻ തള്ളപ്പെടും. और उद्धार पाया हुआ एक जन उठाया जाएगा, दूसरा जन छोड़ दिया മറ്റൊരു जाएगा. രാജ്യത്തപ്പോൾ പകല് പാടത്ത് പണിയെടുക്കുകയായിരിക്കും. और दूसरे एक राज्य में उसी समय में खेत में काम कर रहा രണ്ടുപേർ होगा, വയലിൽ പൂട്ടിക്കൊണ്ടിരിക്കും. दो लोग खेत में काम करते होंगे, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ തള്ളപ്പെടും. एक जन उठा लिया जाएगा, एक जन छोड़ ഇതാണ് दिया യേശു जाएगा. പറഞ്ഞത്. यही तो यीशु ने कहा. ശിഷ്യന്മാർ യേശുവിനോട് വേറെ ചോദ്യം ചോദിക്കുകയാണ്. चेले लोग यीशु से प्रश्न पूछते हैं, ഇതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു ചോദ്യമാണ് ശിഷ്യന്മാർ ചോദിച്ചത്. इसमें से कोई रिश्ता लेन देन ना हो, ऐसे चेले पूछते हैं. എന്താണ് യേശു പറഞ്ഞത്? क्या यीशु कहता है? രണ്ടുപേർ കിടക്കയിൽ ഒരുവൻ എടുക്കപ്പെടും. दो लोग बिस्तर में एक उठा लिया जाएगा, രണ്ടുപേർ വയലിൽ ഒരുവൻ दो എടുക്കപ്പെടും. जन खेत में एक जन उठा लिया जाएगा. അതെവിടെയെന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. वही कैसे होगा, चेलों ने पूछा. യേശു പറഞ്ഞ മറുപടി നോക്ക്. यीशु ने उत्तर दिया, देखो, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. शव जहां है वहां लोग इकट्ठा हो, शव जहां या उकाब आएंगे. എന്താണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം? क्या है यीशु कहने का उत्तर? ഒരേ സമയമാണ് ഇത് നടക്കുന്നത്. एक ही समय में लोग सो रहे हैं, അമേരിക്കക്കാരനും ഓസ്ട്രേലിയക്കാരനും ഇന്ത്യക്കാരനും ന്യൂസിലൻഡുകാരനും ഒക്കെ ഒരേ സമയമാണ് എടുക്കപ്പെടുന്നത്. और अमेरिका हो, ऑस्ट्रेलिया हो, इंडिया हो, सब एक ही समय में उठा लिए जाएंगे. പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ഒരു വിശ്വാസിയാണെങ്കിൽ അദ്ദേഹം എടുക്കപ്പെടും. ആ പ്ലെയിൻ എവിടെങ്കിലും और കൂപ്പുകുത്തും. पायलट अगर विश्वासी है तो उठा लिया जाएगा, प्लेन वहीं गिर जाएगा. ട്രെയിൻ ഓടിക്കുന്ന ആ ഡ്രൈവർ ഒരു വിശ്വാസിയാണെങ്കിൽ ട്രെയിൻ എടുക്കപ്പെടും. ആ വിശ്വാസി എടുക്കപ്പെടും. ട്രെയിൻ എവിടെങ്കിലും ट्रेन അപകടത്തിൽപ്പെടും. चलाने वाला विश्वासी है तो वो उठा लिया जाएगा, ट्रेन वहीं पड़ा रहेगा. ഒരേ നിമിഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒത്തിരി അത്യാഹിതങ്ങൾ സംഭവിക്കുകയാണ്. एक ही क्षण में राज्य के अलग अलग जगहों में बहुत बदलाव होंगे, കൂട്ടിയിടികളും അത്യാഹിതങ്ങളും സംഭവിക്കുകയാണ്. और जो एक साथ वो अलग हो जाएंगे. ഒരുപാട് പേര് അങ്ങിങ്ങായി മരിച്ചു വീഴുകയാണ്. एक जगह पे देखो वस्त्र पहने हुए गिरेंगे, ഒരുപാട് പേര് അങ്ങിങ്ങായി മരിച്ചു വീഴുകയാണ്, മരിച്ചു കിടക്കുകയാണ്. और एक जगह पे मरे हुए पड़े हैं. അവരെ അടക്കാൻ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും സർക്കാരുകളും ശ്രമിക്കും. और उसको गाड़ने के लिए सरकार सारी योजनाएं बनाएंगे, പക്ഷെ എല്ലാവരെയും കുഴിച്ചിടാൻ പറ്റത്തില്ല. लेकिन सबको गाड़ नहीं पाएंगे. ആ ശവങ്ങൾ തിന്നാൻ वो शव खाने के लिए കഴുകന്മാർ ഇറങ്ങി വരും. उकाब उतर आएंगे. അതാണ് യേശു പറഞ്ഞത്. वही तो यीशु ने कहा, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. जहां जहां शव है वहां उकाब इकट्ठा മിസ്രൈമിൽ होंगे. എന്താണോ സംഭവിച്ചത് मिस्र में क्या हुआ, അത് വീണ്ടും ആവർത്തിക്കപ്പെടാൻ फिर से वही दोहराया जाएगा. പക്ഷെ ഭക്തന്റെ പ്രത്യാശ എന്ത്? लेकिन एक भक्त की आशा कहे ഭക്തന്റെ तो, പ്രത്യാശ എന്ത്? भक्त की आशा क्या है? നിങ്ങൾ പുറപ്പെട്ട് तुम निकलाओगे, തൊഴുത്തിൽ നിന്ന് വരുന്ന खेत काम करने वाले പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. बछड़े के समान कूदोगे. കേൾക്കാറായി നാം കാഹളധ്വനി. सुनने का समय हो गया तुरही का. നാം നമ്മുടെ കർത്താവിന്റെ വരവിനോട് അടുക്കുകയാണ്. हमारे परमेश्वर के आगमन के हम निकट हो रहे हैं. ഇന്നലെക്കാൾ ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് कल से അടുക്കുകയാണ്. ज्यादा आज मैं अपने प्रिय के वतन के निकट हो गया. ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകും. इस समय में लोगों को ज्यादा समझना पड़े कहे तो. ഭാരതത്തിലെ പല നഗരങ്ങളിലും ഇപ്പോൾ മെട്രോ ട്രെയിനുകളുണ്ട്.
भारत के अलग अलग जगहों में अब मेट्रो ट्रेन है। ആമേൻ. ഇത് എന്നെക്കാൾ നിങ്ങൾക്കറിയാം. उससे मुझसे ज्यादा तुम जानते हो। കേരളത്തിലും ഇപ്പോൾ മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട്. केरल में भी अब मेट्रो आ चुका है। നിങ്ങൾ ആലുവയിൽ നിന്ന് മെട്രോയിൽ കയറി എന്നിരിക്കട്ടെ. आलवा से शायद तुम मेट्रो चढ़ चुके होंगे। നിങ്ങൾക്ക് ഇറങ്ങേണ്ടത് കടവന്തറയിലോ അല്ലെങ്കിൽ ആമേൻ ജയൻ സ്റ്റേഡിയത്തിലോ ആണെന്നിരിക്കട്ടെ. आपको शायद किसी एक जगह में उतरना होगा। ഓരോ ബോഗിയിലും ആ സ്ഥലം എഴുതിയിട്ടുണ്ട്. एक एक बोगी में वो जगह का स्थान लिख कर ഒരു रखा है। സ്ഥലത്ത് നിന്ന് ട്രെയിൻ തുടങ്ങുമ്പോൾ एक जगह से जब ट्रेन शुरू होता അടുത്ത है, സ്ഥലം ഇന്നതാണെന്ന് അവിടെ അനൗൺസ് ചെയ്യും. अगला जगह ये है, ये अनाउंस किया जाता है। ആ സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ उस जगह पहुंचते ही ആമേൻ ആളുകൾ ഇറങ്ങുന്നു കയറുന്നു. लोग उतरते हैं, चढ़ते हैं। യാത്ര പുറപ്പെടുമ്പോൾ അടുത്ത സ്ഥലം പറയുക. यात्रा अगले जगह के बाद को कहेगा। ഹലോ, അമ്പാട്ടുക കഴിയുമ്പോൾ, മുട്ടം കഴിയുമ്പോൾ, യൂണിവേഴ്സിറ്റി കഴിയുമ്പോൾ, പാലാരിവട്ടം കഴിയുമ്പോൾ എന്റെ അകത്തൊരു പ്രത്യാശ വർദ്ധിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ എന്റേതാണ്, അടുത്ത സ്റ്റേഷൻ എന്റേതാണ്. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എന്റെ പ്രിയന്റെ നാടിനോട് അടുത്തുകൊണ്ടിരിക്കുക. जैसे जैसे ट्रेन बढ़ता है, एक एक स्टेशन गुजरता रहता है, हृदय में और ज्यादा तीव्रता और इच्छा होती है, क्योंकि अगला स्टेशन तो मेरा है। कल से बेहतर आज मैं परमेश्वर के नगर के निकट हूँ। അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. और ऐसे ऐसे बातों के बीच में अंत के समय में इसके विपरीत कहने वाले लोग भी उठते जाएंगे। പക്ഷെ നമ്മുടെ പ്രത്യാശ കെട്ടുപോകരുത്. लेकिन हमारी आशा धुंधला ना जाए, നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്. हमारा विश्वास कम ना हो जाए। ആളുകളുടെ പ്രലോഭനത്തിൽ നിങ്ങളുടെ വിശ്വാസം കെട്ടുപോകും. लोगों के प्रलोभन के सामने हमारा ഒരു विश्वास ദിവസം कुछ ना जाए। നാം നമ്മുടെ കർത്താവിനെ एक മുഖാമുഖം दिन हम प्रभु के निकट आएंगे। കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. ആ പാട്ടിന്റെ വരികളൊന്ന് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. हम गीत को गाकर परमेश्वर को स्तुति कर पाए। ഹല്ലേലൂയ.